ബിസിനസ് എന്ന് പറയുന്നത് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ബട്ട് നമ്മളത് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്തായാലും അത് ജനറേഷൻസിനെ കൈമാറാൻ കഴിയുന്നതായിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും വീട് എന്നുള്ളത് ഒരു ഡിപ്രിഷിയേറ്റഡ് അസറ്റാണ്, ശരിക്കും വീട് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ ശരിക്കും സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഒരു ലക്ഷറി കാർ വാങ്ങുമ്പം സൺറൂഫ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള കുറേ ഫീച്ചേഴ്സ് ഇല്ലാതെ നമുക്കൊരിക്കലും പ്രൊജക്റ്റ് സെല്ല് ചെയ്യാൻ പറ്റില്ല. പല ആളുകളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വാങ്ങിയ ഫ്ലാറ്റുകളോ വീടുകളോ റീസെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. പരാതി പറയുന്നതിൻ്റെ പ്രധാന റീസൺ നമ്മൾ വാങ്ങിയിട്ടുള്ളത് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ സെല്ല് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഓവർ പ്രൈസ്ഡ് ആയിരിക്കും. റെന്റിന് താമസിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. ആ പൈസ മുഴുവൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 70 lakhs നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു വീട് വെക്കുന്നതിലും നല്ലത് അതാണ്. അല്ലെങ്കിൽ ലോണ് വരാം വീടിൻ്റെ മുകളിൽ. അതിനേക്കാളൊക്കെ ബെറ്റർ റെന്റഡ് ഹോം ആണെന്നുള്ളത്. റിയൽ എസ്റ്റേറ്റ് പോലൊരു ഇൻഡസ്ട്രിയുടെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ അനൗൺസ് ചെയ്യുന്ന പ്രൊജക്ടിന്റെ ലൊക്കേഷൻസ് ആണ്. ലൊക്കേഷൻ നല്ലതാണെങ്കിൽ ഓൾമോസ്റ്റ് ആ പ്രൊജക്ട് വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. നവേര ഇനീഷ്യലി ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ക്രെഡിബിലിറ്റി ട്രസ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്ത് എടുത്തത്? പല അപ്പാർട്ട്മെന്റിന്റെയും ടെറസിന്റെ ഏരിയയിൽ നിന്ന് കറുത്ത പുകയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ കാർബൺ. അപ്പം നമ്മുടെ നേച്ചറിന് ദോഷം ചെയ്യുന്ന പല കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തത്. സാർ, ഇപ്പോൾ അതുപോലെ തന്നെ സ്മാർട്ട് ഹോംസ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ടല്ലോ. പുറത്തുള്ള രാജ്യങ്ങളിലൊക്കെ അവർ ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ ഈ അപ്പാർട്ട്മെന്റിലും അങ്ങനെ ഒരു കൺവേർഷൻ ഈ അടുത്ത കാലത്ത് തന്നെ വരാനുള്ള സാധ്യതയുണ്ടോ? എപ്പോഴും പ്രൈസ് വേരി ചെയ്യുന്നതിന്റെ റീസൺസ് ഡിഫറെന്റ് ആണ്. ഇൻഫ്ലേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ എത്രയൊക്കെ നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കിയാലും ഇൻഫ്ലേഷനെ ഒരിക്കലും പിടിച്ചു നിർത്താൻ കഴിയില്ല. ഒരാൾക്ക് ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരെവിടെ നിന്ന് തുടങ്ങണം? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഗൈഡ് പോലെ പറയാൻ. 20 മുൻപൊക്കെ ഒരു അപ്പാർട്ട്മെന്റോ വില്ലയോ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബിൽഡറിന്റെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കാം. 20 ശേഷം ബിൽഡറിന്റെ അക്കൗണ്ടിലേക്ക് 10 പൈസ വാങ്ങാൻ പറ്റില്ല. ഹലോ, വെൽക്കം ബാക്ക് ടു വൈസ് പോഡ്കാസ്റ്റ്. ലക്ഷങ്ങളും കോടികളും ഒഴുകുന്ന ഇന്ത്യൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ലോൺ എടുക്കാതെയും പലിശയ്ക്ക് പൈസ കടം വാങ്ങാതെയും വില്ലകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ നിർമ്മിച്ച് ജനങ്ങൾക്ക് കൈമാറുന്ന ഒരു സംരംഭം നവേര ബിൽഡേഴ്സ്. ഹൗ ഡു ദേ മേക്ക് ഇറ്റ് ഹാപ്പൻ? അവരെങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഒരു വില്ലയോ ഒരു അപ്പാർട്ട്മെൻറ്റോ ഒക്കെ വാങ്ങുന്ന നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഇതിനെല്ലാമുള്ള ഉത്തരങ്ങളാണ് ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. യെസ്, നവേര ബിൽഡേഴ്സിൻ്റെ ഫൗണ്ടറായിട്ടുള്ള രാഹുൽ ചന്ദ്രശേഖറാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സർ, വെൽക്കം. താങ്ക് യു വെരി മച്ച്. വെൽക്കം. താങ്ക് യു വെരി മച്ച്. എങ്ങനെയാണ് നവേര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്വപ്നത്തിലേക്ക് കടക്കുന്നത്? നവേര സ്റ്റാർട്ട് ചെയ്യുന്നത് 2019 2019 ഞാനും വൈഫും കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ്. കുറേ വർഷങ്ങളുടെ ആഗ്രഹം കൊണ്ട് നമ്മളുടെ ഉണ്ടായിരുന്ന പഴയ ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ മാറി. ഇതിന് മുന്നേ എന്തായിരുന്നു വർക്ക് ചെയ്തത്? ഞാൻ ബാങ്കിങ്ങിലായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി സ്വയമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഏതാണ്ട് ഒരു 7-8 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷനാണ്. ഇത് കൊറോണയുടെ സമയത്തല്ലേ? 2019 കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഈവൻ കോവിഡിൻ്റെ ഫസ്റ്റ് വേവ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കമ്പനി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് ഒരു 1 year കഴിഞ്ഞപ്പോൾ അഗൈൻ സെക്കൻഡ് കോവിഡ് ലോക്ക്ഡൗണോട് വന്നു. അപ്പോൾ അതായിരുന്നു ഒരു ഫസ്റ്റ് ഫേസിലുണ്ടായിരുന്ന ഒരു ചലഞ്ചസ്. ഈ ബാങ്കിങ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നോ? അതൊരു സ്പോണ്ടേനിയസ് ആയിട്ട് തോന്നിയ ഡിസിഷൻ ആയിരുന്നോ? അല്ല, വർഷങ്ങളായിട്ട് വീടെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. വീടെന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലൈഫിൽ ഒരാൾക്ക് കൈമാറുമ്പോൾ അത് ജനറേഷൻസിനെ കൈമാറുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് ആയിരിക്കണം. ബിസിനസ് എന്ന് പറയുന്നത് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. ബട്ട് നമ്മളത് ചെയ്യുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് എന്തായാലും അത് ജനറേഷൻസിനെ കൈമാറാൻ കഴിയുന്നതായിരിക്കണം എന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വീടെന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വന്നത്. രാഹുൽ സാർ, എക്സാക്ട് എവിടെ സ്ഥലം വരുന്നത്? തൃശ്ശൂരാണ്. എക്സാക്ട് ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ടയാണ്. പത്തനംതിട്ടക്കാരനായിട്ടുള്ള സാർ ശരിക്കും തൃശ്ശൂർ പോലുള്ള ഒരു സിറ്റിയിൽ വന്നിട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ട് തുടങ്ങുന്നതിൻ്റെ പിന്നിലെ റീസൺ എന്താണ്? ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് തൃശ്ശൂർ എന്ന് പറഞ്ഞത് ശരിക്കും നമ്മൾ കേരളത്തിലൊരു 10 ബിസിനസ്സുകാരെ, ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു 10 ബിസിനസ്സുകാരെ എടുത്താൽ അതിൽ ഒരു ഭൂരിപക്ഷ ആളുകളും വരുന്നത് തൃശ്ശൂരായിരിക്കും. അത്രയും കൂടുതൽ ബിസിനസ്സുകാരുള്ള ഒരു സിറ്റിയാണ് തൃശ്ശൂർ. അതുപോലെ തന്നെ നമ്മൾ കേരളത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക നഗരം അല്ലെങ്കിൽ ഒരു കൾച്ചറൽ ഹെഡ് ബീറ്റ് ഉറങ്ങുന്നത് തൃശ്ശൂർ നഗരത്തിലാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണോ തൃശ്ശൂർ തിരഞ്ഞെടുത്തത്? തൃശ്ശൂർ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന കാരണം കണക്ടിവിറ്റിയാണ്.
തൃശ്ശൂർ ആക്ച്വലി സെൻറ്റർ ഓഫ് കേരളയാണ്. പിന്നെ നമ്മുടെ ഒരു എയർപോർട്ടുമായിട്ട് കണക്ഷൻ, ഒരു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മെയിൻ ഇൻവെസ്റ്റ്മെന്റുകളെല്ലാം ചെയ്യുന്ന ആളുകൾ ശരിക്കും NRIs ആണ് മെജോറിറ്റി നമ്മൾ കണ്ടുവന്നിട്ടുള്ളതും വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെയും കൂടി പരിഗണിച്ചിട്ടാണ് തൃശ്ശൂർ പോലൊരു ലൊക്കേഷൻ നമ്മൾ ചൂസ് ചെയ്തത്. എന്തുകൊണ്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേതൊരു ഡിസ്ട്രിക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോഴും തൃശ്ശൂരിന് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കുള്ള ആക്സസ് ആണ്. ഒരു നെയ്ബറിംഗ് ഡിസ്ട്രിക്റ്റ് ആണെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു 45 minutes കൊണ്ട് നമുക്ക് ഇന്റർനാഷണൽ എയർപോർട്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ആണ്. രണ്ട്, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡെവലപ്മെന്റ് ഉള്ള മറ്റുള്ള ജില്ലകളെല്ലാം തന്നെ കണക്ട് ചെയ്തിരിക്കുന്നത് തൃശ്ശൂരുമായിട്ടാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കൊച്ചി കണക്റ്റഡ് ആണ്, പാലക്കാട് കണക്റ്റഡ് ആണ്, മലപ്പുറം കണക്റ്റഡ് ആണ്, ഈവൻ കുറച്ചും കൂടെ ഒന്ന് മാറിക്കഴിഞ്ഞാൽ കാലിക്കട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ സെൻറ്റർ ഓഫ് കേരളയുടെ ഒരു അഡ്വാൻറ്റേജ് അതാണ്. രണ്ട്, പിന്നെ കണക്ടിവിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. മൂന്ന്, ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ, പ്രത്യേകിച്ച് തൃശ്ശൂർ പോലെ ലൊക്കേഷനിൽ ഈ കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് ഞാൻ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ റിസർച്ചസ് നടത്തുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് തൃശ്ശൂർ റൗണ്ടിൻ്റെ ഏതാണ്ട് ഒരു 4 kilometer റേഡിയസിലായിരുന്നു കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതിൻ്റെ ഡെവലപ്മെൻറ്റുകൾ നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഈ ആഫ്റ്റർ ദിസ് കോവിഡ്, ദ സെക്കൻഡ് വേവ് ഓഫ് കോവിഡിലാണ് നമ്മൾ കുറച്ചും കൂടെ നെക്സ്റ്റ് ലൊക്കേഷൻസിലേക്ക് നമ്മൾ ഫ്ലറിഷ് ചെയ്ത് തുടങ്ങി. തൃശ്ശൂർ ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലേക്ക് ഫ്ലറിഷ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതൊരു റീസൺ ആണ്. പിന്നെ വരാൻ പോകുന്ന ഫ്യൂച്ചർ ഡെവലപ്മെൻറ്റും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ടാണ് തൃശ്ശൂർ ചൂസ് ചെയ്തിട്ടുള്ളത്. ശരിക്കൊരു വില്ല അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങാൻ പറയുന്നത് പലരുടെയും കുറേ കാലത്തൊരു ഡ്രീമൊക്കെയാണ്. അപ്പം നമ്മൾ അത്രയും ഒരു ട്രസ്റ്റ് ചെയ്യുന്ന ഒരു ബിൽഡറിൻ്റെ അടുത്തുനിന്നായിരിക്കും നമ്മളത് വാങ്ങിക്കുക. നവേര ഇനീഷ്യലി ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു ക്രെഡിബിലിറ്റി ട്രസ്റ്റ് ഒക്കെ ബിൽഡ് ചെയ്ത് എടുത്തത്? എന്താണ് അതിനെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫാക്ടർ? ഇപ്പോൾ ഈ നവേര എന്നല്ല, ഏതൊരു കമ്പനിയും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. ഇതെന്താണ് ഈ കമ്പനിയുടെ ഒബ്ജക്റ്റീവ്, ഈ കമ്പനി എങ്ങനെയായിരിക്കും മുന്നോട്ട് പോകുന്നത്. എപ്പോഴും ഒരു ബിസിനസ്സിന് 3 സ്റ്റേജസ് ഉണ്ട്, പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റിൽ 3 സ്റ്റേജസ് ഉണ്ട്. അതിൽ ഒന്ന് പോസ്റ്റ്, അതായത് പ്രീ പ്രൊജക്ട് സ്റ്റേജ്, ദെൻ കൺസ്ട്രക്ഷൻ സ്റ്റേജ്, 3 ആഫ്റ്റർ കംപ്ലീഷൻ. ഈ 3 സ്റ്റേജസും എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കിയിട്ടാണ് പലപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ ഇത് തന്നെയായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ ഇനിഷ്യൽ ചലഞ്ച് എന്ന് പറയുന്നത്. കാരണം കോവിഡ് കഴിഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മളൊരു പ്രൊജക്റ്റ് അനൗൺസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു 2-3 വർഷം നമ്മളുടെ സ്ട്രഗിൾ എന്ന് പറയുന്നത് നമ്മുടെ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് അറിയിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റുക മറ്റൊരാളെ സംബന്ധിച്ച്. നമ്മൾ അതായത് ആസ് എ നവേര എന്ന് പറഞ്ഞ കമ്പനിയെ എങ്ങനെ, എന്തൊക്കെയാണ് നവേരയുടെ യുണീക്ക് പോയിന്റ്സ് എന്തൊക്കെയാണ്, ഇതിനെ ഐഡന്റിഫൈ ചെയ്യിപ്പിക്കലാണ് ആദ്യത്തെ 3 വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അതിൽ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തത് ആദ്യം ടീം ഡെവലപ്മെന്റ് ആണ്. മികച്ചൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുക. രണ്ട്, ഏറ്റവും മികച്ച ലൊക്കേഷൻസ് സെലക്ട് ചെയ്യുക. കാരണം പ്രത്യേകിച്ച് ഒരു ഇൻഡസ്ട്രിയിൽ, റിയൽ എസ്റ്റേറ്റ് പോലൊരു ഇൻഡസ്ട്രിയുടെ ഒരു മെയിൻ ഫാക്ടർ എന്ന് പറയുന്നത് നമ്മൾ അനൗൺസ് ചെയ്യുന്ന പ്രൊജക്ടിന്റെ ലൊക്കേഷൻസ് ആണ്. ലൊക്കേഷൻ നല്ലതാണെങ്കിൽ ഓൾമോസ്റ്റ് ആ പ്രൊജക്ട് വിജയിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ ഏറ്റവും മികച്ച ലൊക്കേഷൻസിൽ ഒരു കോംപ്രമൈസും വരുത്തിയിട്ടില്ല. കാരണം പ്രൈസ് വേരിയേഷൻസ് ഉണ്ടാവും, പ്രൈസ് കൂടുതലായിരിക്കും. എന്നിരുന്നാലും പെട്ടെന്ന് ഒരാൾക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ലൊക്കേഷൻസ് മാത്രമേ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. ഈ ലൊക്കേഷൻ ഫൈൻഡ് ചെയ്യുന്നതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്? ആക്ച്വലി ആക്സസിബിലിറ്റി മാത്രമാണോ? ആക്സസിബിലിറ്റി മാത്രമല്ല, ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു റിസർച്ചിങ് ടീം തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ എപ്പോഴും പ്രൊജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പോൾ ഏത് ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ആയാലും ശരി, ഫ്യൂച്ചറിൽ ഡെവലപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്ക് പ്രോപ്പറായിട്ട് റിട്ടേൺ കിട്ടുന്ന ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രിയിലാണ് എപ്പോഴും, അല്ലെങ്കിൽ ഗ്രോത്ത് ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിപ്പോൾ എന്ത് ടൈപ്പ് ഓഫ് ബിസിനസ് ആയാലും ശരി. ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ, ഒരു കൺസ്ട്രക്ഷൻ്റെ പോയിന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഒരു ലാൻഡ് നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഫ്യൂച്ചറിൽ എന്താ അവിടെ വരുന്ന ഡെവലപ്മെന്റ്, എന്താണ് എനിക്ക് കിട്ടുന്ന റിട്ടേൺസ്, മാക്സിമം അപ്രിസിയേഷനിൽ പോയി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിട്ടേൺസും കുറവായിരിക്കും. അപ്പോൾ സേഫർ സൈഡാണ്. ബട്ട് നമുക്ക് അതിനെ പ്രോപ്പറായിട്ട് സ്റ്റഡി ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, വളരെ കൃത്യമായിട്ട് ഒപ്റ്റിമൈസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ വരുന്ന ഡെവലപ്മെന്റ് പാർട്ടായി നമുക്ക് തിരിച്ച് ആ റിട്ടേൺസും വരും. ഇപ്പം സാർ ഈ പറഞ്ഞതിൽ ശരിക്കും നമ്മൾ ദുബായിനെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ എടുത്തിട്ട് നമുക്ക് പറഞ്ഞുകൂടാ. കാരണം ദുബായിൽ വലിയ രീതിയിൽ നമ്മൾ ദുബായുടെ കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ഇമ്പ്രൂവ് ആകുമെന്ന് പറയുമ്പോൾ പോലും ശരിക്കും അതൊരു സാച്ചുറേറ്റഡ് പോയിന്റ് അല്ലേ? ഇപ്പം നമ്മൾ ഇനി ദുബായിലേക്കൊക്കെ പോയിട്ട് വലിയ രീതിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് ശരിക്കും അതൊരു വൈസ് ഡിസിഷനാണോ? മറ്റ് കൺട്രീസിലുള്ള ഡെവലപ്മെന്റ്സ് ഓക്കെയാണ്. മറ്റ് ഡെവലപ്മെന്റ്സിൽ നമുക്കിപ്പോൾ അത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ആ ഒരു കൺട്രിയിൽ അതിന്റെ സാച്ചുറേഷൻ പോയിന്റിൽ എത്തിയോ എന്നുള്ളത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല. പക്ഷെ ഇന്ത്യയുടെ കാര്യം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ ഇറ്റ്സ് ഇൻ ദ ബിഗിനിങ് സ്റ്റേജ്. നമ്മുടെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ബിഗിനിങ് സ്റ്റേജിലാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് 90s 80s ജനിച്ചിട്ടുള്ള ആൾക്കാരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, നമ്മൾ ശരിക്കും ട്രാൻസ്ഫോർമേഷൻ കണ്ടിട്ടുള്ള ആൾക്കാരാണ്. പഴയ ഓടിട്ട വീട്ടിൽ നിന്നും വാർത്ത വീടുകളിലേക്ക് മാറുകയും, വാർത്ത വീടിൽ നിന്നും 2 നില വീടുകളിലേക്ക് മാറുകയും, അവിടുന്ന് മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങിലേക്ക് മാറുകയും ചെയ്യുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ശരിക്കും നമ്മുടെ പ്രത്യേകിച്ച് കേരളത്തിലുള്ള ഇപ്പോഴത്തെ ജനറേഷനിൽ ഒരു 35 to 45 ഇയേഴ്സിലുള്ള ആൾക്കാർ ഈ ട്രാൻസ്ഫോർമേഷൻ കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ
റൈറ്റ് ടൈമാണ്, ഇത് ബിഗിനിങ് സ്റ്റേജ് ആണ്. നമ്മൾ അതിന്റെ സാച്ചുറേഷൻ പോയിന്റിലേക്ക് എത്തിയിട്ടില്ല. ഒന്ന് നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യ, അത് ശരിക്കും പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ പറയും. കാരണം എന്താ വെച്ചാൽ ഓരോ ദിവസം ജനപ്പെരുപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ്, നമുക്കുള്ള സ്ഥലലഭ്യത വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു പോയിന്റിൽ ശരിക്കും ദിസ് ഇസ് ദ റൈറ്റ് ടൈം. മറ്റേത് കൺട്രിയേക്കാളും നമുക്ക് ഇന്ന് ഇവിടെ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കമ്പാരിറ്റീവ്ലി പിന്നെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ, നമ്മുടെ സ്വന്തം രാജ്യത്ത് സെക്യൂർഡ് ആയിട്ടുള്ള ലൊക്കേഷനിൽ നമുക്ക് ഇഷ്ടമുള്ള ലൊക്കേഷനിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഡെവലപ്മെന്റിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ദിസ് ഇസ് ദ റൈറ്റ് ടൈം. ഈ സ്ഥലപരിമിതിയുടെ കാര്യം പറയുമ്പം ഇനിയിപ്പം ഒരു ഹൊറിസോണ്ടൽ ഡെവലപ്മെന്റിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അത് വളരെ കുറയും, വേർട്ടിക്കലായിട്ട്, അതായത് അപ്പാർട്ട്മെന്റ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റ്സ് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ആക്ച്വലി എത്രത്തോളം ഗുണം ചെയ്യുന്നുണ്ട്? ശരിക്കും ഏതൊരു ലൊക്കേഷൻ, ഇപ്പോൾ ഇന്ത്യ എന്നല്ല ലോകത്തെ ഏതൊരു കൺട്രിയിൽ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ലാൻഡിൻ്റെ ലഭ്യത കുറയുകയും ജനത്തിരക്ക്, അതായത് ജനപ്പെരുപ്പം കൂടിയ നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഏറ്റവും നല്ല ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും നല്ല ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ ഒരു ഏക്കർ ലാൻഡിൽ 10-15 വീടുകൾ വെച്ച് താമസിക്കുന്നതിനേക്കാളും നല്ലത് ഒരു വെർട്ടിക്കൽ, ഇതൊരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. ഇപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്ക് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ ഉണ്ടാവും, കുറച്ച് പറമ്പും കാര്യങ്ങളൊക്കെ വേണം, അത് എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ടാവും. ഞാൻ ആ ഒരു പോയിന്റിലല്ല ഞാൻ പറയുന്നത്, ആ ആഗ്രഹത്തോടു കൂടി വാങ്ങുന്ന ആൾക്കാർ അങ്ങനെ നിലനിന്നോട്ടെ. ഞാൻ പറഞ്ഞ പോയിന്റ് വെർട്ടിക്കലി ഡെവലപ്പ് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസിനെ കുറിച്ച് മാത്രമാണ് ഞാൻ സംസാരിക്കുന്നത്. ഒരേക്കർ ലാൻഡ് ഉണ്ടെങ്കിൽ നമുക്കതിൽ 60-70 പിന്നെ ഫാമിലീസിനെ നമുക്കതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഒരു 15 ഫാമിലിയിൽ നിന്നും 60 ഫാമിലിയിലേക്ക് അക്കോമഡേറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഡിഫറൻസ് ഉണ്ടല്ലോ, അതിനെക്കുറിച്ചാണ് ഞാൻ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അതാണ് ശരിക്കും വെർട്ടിക്കൽ ഡെവലപ്മെന്റ്സ് ഒരു രാജ്യത്തിന് നല്ലതാണെന്ന് പറയുന്നതിന്റെ റീസൺ. പ്രത്യേകിച്ച് ഇങ്ങനെ പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്ന ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ പലയിടത്തും നമ്മൾ റീലാണെങ്കിലും അല്ലാതെ നമ്മൾ കണ്ടുവരുന്നുണ്ട്, ശരിക്കും വീടെന്നുള്ളത് ഒരു ഡിപ്രിഷിയേറ്റഡ് അസറ്റാണ്, ശരിക്കും വീട് ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ. ശരിക്കും സാറിൻ്റെ ഒരു ടേക്ക് എന്താണ് അതിൽ? അതായത് ലോണിന്, അതായത് വീട് വാങ്ങി താമസിക്കണം എന്നാണോ? അല്ല, റെന്റിന് താമസിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതാണ്. ആ പൈസ മുഴുവൻ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ടിലോ അല്ലെങ്കിൽ 60 lakhs 70 lakhsന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തൊരു വീട് വെക്കുന്നതിലും നല്ലത് അതാണ്. അല്ലെങ്കിൽ ലോണ് വരാം വീടിന്റെ മുകളിൽ, അതിനേക്കാളൊക്കെ ബെറ്റർ റെന്റഡ് ഹോം ആണ്. മെജോറിറ്റി ആൾക്കാർ, ഞാൻ കണ്ടിട്ടുള്ള മെജോറിറ്റി ആൾക്കാരും അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് അവരുടെ എലിജിബിലിറ്റിയാണ്. അതായത് ലോൺ എടുക്കാനുള്ള എലിജിബിലിറ്റിയാണ് പലരുടെ ഇൻവെസ്റ്റ്മെന്റ്. പല ആൾക്കാരും 100% അവരുടെ കയ്യിൽ നിന്ന് ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തിട്ടൊന്നും അല്ല വീടോ ഫ്ലാറ്റോ ഒന്നും വാങ്ങാറുള്ളത്. മിക്ക ആൾക്കാരും നല്ല പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് അവരുടെ ഇന്നത്തെ ഇൻകം വെച്ചിട്ടുള്ള അവരുടെ എലിജിബിലിറ്റിയാണ് അവർ പരമാവധി അത് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി എന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഒരു റെൻറ്റിന് ഒരാൾ നിന്ന് താമസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ റെൻറ്റ് നിങ്ങൾ 10 years കഴിഞ്ഞ് നോക്കുമ്പോൾ ടോട്ടൽ വാല്യൂ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ 10 വർഷത്തേക്ക് റെന്റിന് താമസിക്കുകയാണ്, 10 വർഷം നിങ്ങൾ റെന്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 10 വർഷം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. വേറെ ഇന്ന് നിങ്ങളൊരു വീട് വാങ്ങുകയാണ്, ഇന്നത്തെ EMI നിങ്ങളുടെ ഇന്നത്തെ സാലറി കൺസിഡർ ചെയ്തിട്ടാണ് നിങ്ങളൊരു EMI എടുക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു 1 lakh സാലറി ഉള്ള ഒരാളാണ്, നിങ്ങൾ EMI 30,000 rupees നിങ്ങൾ EMI കൊടുക്കുന്നുണ്ട്. ആഫ്റ്റർ 10 years നിങ്ങളുടെ EMI സെയിം ആണ്, പക്ഷെ നിങ്ങളുടെ സാലറി 1 lakh ആയിരിക്കില്ല. നിങ്ങളൊരു ഗ്രോത്ത് ഉള്ള ഇൻഡസ്ട്രിയിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാലറി മൾട്ടിപ്ലൈ ചെയ്യുകയും നിങ്ങളുടെ EMI അവിടെ സെയിം ആയിട്ട് നിൽക്കുകയും ചെയ്യും. ആൻഡ് സംഭവിക്കുന്നത് എന്താണ്, ആഫ്റ്റർ 10 years നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഫ്രീ ആയി കിട്ടി. അന്നത്തെ വാല്യുവേഷനിൽ ഇപ്പം ഇൻഫ്ലേഷൻ അതൊരു എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ്. നമ്മളിപ്പോൾ മറ്റേത് ഇൻവെസ്റ്റ്മെന്റിനെ കമ്പയർ ചെയ്യുമ്പോഴും ആ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിക്കും റിയൽ എസ്റ്റേറ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ 10 years കഴിയുമ്പോൾ ഈ പ്രോപ്പർട്ടി ഫ്രീ ആയി കിട്ടുകയും നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഒന്നുകിൽ വീണ്ടും പ്ലഡ്ജ് ചെയ്യാം, അതല്ലെങ്കിൽ റീസെല് ചെയ്യാം. അതൊക്കെ നമ്മുടെ താല്പര്യമാണ്. ഇപ്പോൾ നമ്മുടെയൊക്കെ പേരൻസിന്റെ കാലഘട്ടത്തിൽ നോക്കിയാൽ മതി, അന്ന് വെച്ചൊരു വീട് ചിലപ്പോൾ 2 ലക്ഷം രൂപയ്ക്കോ 3 ലക്ഷം രൂപയ്ക്കോ വെച്ചിട്ട് 2-3 വർഷത്തെ വരുമാനം. അതെ, ഒരാളുടെ ഒരു 3 വർഷത്തെ വരുമാനം ഉണ്ടെങ്കിൽ ഒരു വീട് വെക്കാൻ പറ്റും. പക്ഷെ അതേ വീട് ഇന്ന് നമ്മൾ വാങ്ങാൻ പോയാൽ ആ 3 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഒരിക്കലും വാങ്ങാൻ പറ്റില്ല. അപ്പോൾ കാലഘട്ടം മുന്നോട്ട് പോവുകയാണ്, ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും 10 വർഷം കഴിഞ്ഞിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ആണ്. കാരണം ഡിമാൻഡ് ആൻഡ് സപ്ലൈ അത് എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ടതാണ്. നമുക്കിവിടെ ഡിമാൻഡ് വളരെ കൂടുതലാണ്, സപ്ലൈ കുറവാണ്. പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്തിന്റെ പ്രത്യേകത ഒരു സൈഡിൽ സീയും മറ്റൊരു സൈഡിൽ ഹിൽ ഏരിയാസുമാണ്. ഇതിനിടയിൽ ഫോറസ്റ്റ് ഏരിയയും നമ്മുടെ മറ്റുള്ള സോണിങ്സ്, കൊമേഴ്ഷ്യൽ സോണും ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇതിനകത്ത്
ഇന്ത്യയിൽ തന്നെ എനിക്ക് തോന്നുന്നു 3ാമത്തെ സ്ഥാനവും മറ്റോ ആണ് കേരളത്തിന്റെ പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത്. 2011 സെൻസസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 8.60 8.30 മറ്റോ ആണ് നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി. അപ്പൊ ഇത് കൂടിക്കൊണ്ടിരിക്കുക നമ്മുടെ ലാൻഡിന്റെ അവൈലബിലിറ്റി കുറവാണ്. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്യരുതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മണ്ടത്തരമാണ്. 10 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ശരിക്കും സ്വന്തമായിട്ട് ഒന്നും ഉണ്ടാവില്ല. നമുക്ക് അക്കൗണ്ടിൽ കിടക്കുന്ന ക്യാഷിന് ഇൻഫ്ലേഷനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ അന്നൊരു വാല്യൂ ഉണ്ടാവില്ല. ഈ 10 വർഷം കഴിഞ്ഞിട്ട് 1 കോടി രൂപ സമ്പാദിക്കാം എന്ന് പറയുമ്പോൾ 10 വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്ന 1 കോടി രൂപയുടെ ഇൻഫ്ലേഷന്റെ വാല്യൂ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒരു വാല്യൂ ഉണ്ടാവില്ല. സോ അതായത് ദിസ് ഈസ് ദ റൈറ്റ് ടൈം ഫോർ ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് ശരിക്കും സാർ പറയുന്നത്. തീർച്ചയായിട്ടും. ഇപ്പോൾ ഈ വാടകയ്ക്ക് താമസിക്കുന്നു, റെന്റിന് താമസിക്കുന്ന ഒരു പോയിന്റിലേക്ക് പറഞ്ഞു. ഈ റെന്റിന് താമസിക്കുന്ന വ്യക്തികൾക്കറിയാൻ ചലഞ്ചസ് എന്തൊക്കെയാണെന്നുള്ളത്. ഒന്ന്, നമ്മൾ മറ്റൊരാൾ പണിഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൽ വേണം പോയി താമസിക്കാൻ. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇൻവെസ്റ്റ് ചെയ്താലല്ല, ആരെങ്കിലും ഒരാൾ കെട്ടിടം പണിഞ്ഞാലല്ല നമുക്ക് അവിടെ പോയി താമസിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ബേസിക് നീഡ്സ് ആണ്. നമുക്ക് ഫുഡ്, ഷെൽട്ടർ എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് നീഡ്സ് ആണ്. അതിനൊന്നും ഓൾട്ടർനേറ്റീവ്സ് ഇല്ല. നമുക്കിങ്ങനെ പറയാമെന്നേ ഉള്ളൂ. ഇതിപ്പോൾ വെസ്റ്റേൺ കൺട്രീസിലുള്ള പല ബിസിനസ് മെത്തേഡ്സിൽ നമ്മൾ അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് പോലെ റിയൽ എസ്റ്റേറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല. വെസ്റ്റേൺ കൺട്രീസിൽ ജനസംഖ്യ വളരെ കുറവും ലാൻഡ് വളരെ കൂടുതലുമാണ്. ഇപ്പം അതേ മെത്തേഡ് നമ്മൾ ഇന്ത്യയിൽ അത് പ്രയോജനപ്പെടുത്താൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ പോപ്പുലേഷനിൽ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത് പോസിബിൾ അല്ല. 2, നമ്മളൊരു ഗ്രോയിങ് മാർക്കറ്റാണ്. ഈ ഗ്രോയിങ് മാർക്കറ്റിനകത്ത് ആരെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കുറേ വീടുകൾ പണിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ. ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 വർഷത്തെ എക്സാമ്പിൾ നോക്കാം. 2020 മുതൽ 25 വരെയുള്ള എക്സാമ്പിൾസ് നോക്കാം. ഞാനിപ്പം എസ്പെഷ്യലി തൃശ്ശൂർ ലൊക്കേഷൻ മാത്രം പറയാം. മുൻപൊക്കെ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് സെയിൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻസി ഇല്ല. അതായത് സെയിൽ കഴിഞ്ഞോ ഇല്ലയോ, ഒരു ബിൽഡർ പറയുകയാണ് മൊത്തം സെയിൽ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ട്രാൻസ്പെറൻസി ഇല്ല. വേറെ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണെന്നറിയോ, നിങ്ങൾക്ക് റെറ എന്ന് പറയുന്ന അപ്പലേറ്റ് അതോറിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കെയറയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു പ്രൊജക്റ്റിൽ ടോട്ടൽ എത്ര യൂണിറ്റ്സ് ഉണ്ട്, എത്ര യൂണിറ്റ് സെയിൽ കഴിഞ്ഞു എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പോൾ അത്രയും ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയ്ക്ക് എൻ്റെ അറിവിൽ ഓൾമോസ്റ്റ് 90% അപ്പാർട്ട്മെന്റ്സും സോൾഡ് ഔട്ടാണ്. അത് നമ്മുടേതെന്നല്ല, മറ്റ് ബിൽഡേഴ്സിന്റെയും സോൾഡ് ഔട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു മാർക്കറ്റിലാണ് നമ്മൾ നിന്നിട്ട് പറയുന്നത് വീട് വാങ്ങാൻ ആളില്ല, അല്ലെങ്കിൽ വീട് വാങ്ങുന്ന മണ്ടത്തരമാണെന്ന് പറയുന്നതിന്റെ റീസൺ. അപ്പോൾ ഡിമാൻഡ് വളരെ കൂടുതലും സപ്ലൈ വളരെ കുറവുമാണ്. ഏതാണ്ട് കേരളത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും വീട് വേണം എന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ ഉള്ള കപ്പാസിറ്റി ഇവിടെയുള്ള ഒരു ബിൽഡേഴ്സിനും ഇല്ല. അതുപോലെ ഒരു വീടോ വില്ലയോ ഇപ്പം ഞാൻ ബൈ ചെയ്യണം വിചാരിക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ബഡ്ജറ്റ് എൻ്റെ മനസ്സിൽ ചിലപ്പം 60 lakhs-ന്റെ അല്ലെങ്കിൽ 90 lakhs-ന്റെ ബൈ ചെയ്യാമെന്നുണ്ടാവും. ശരിക്കും എങ്ങനെയാണ് ഞാനൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്യേണ്ടത്? വീട് വാങ്ങാൻ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ സാധാരണ ഗതിയിൽ പലർക്കും ഒരു അവയർനെസ് കുറവുള്ളത് എൻ്റെ ബഡ്ജറ്റ് എന്താണെന്നുള്ളതാണ്. നമ്മളൊരു വേഗമായിട്ടൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുകയാണ്, എനിക്കൊരു 50 lakhs 60 lakhs അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇതിനൊരു തമ്പ് റൂൾ ഉണ്ട്. തമ്പ് റൂൾ എന്ന് പറയുന്നത് നമ്മുടെ ടോട്ടൽ, അതായത് ഒരു വർഷത്തെ ടോട്ടൽ പാക്കേജിന്റെ ടോട്ടൽ സാലറിയുടെ 2.5 to 3 times വരെയുള്ള വീടുകളാണ് നമ്മൾ ശരിക്കും എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. അതിന്റെ റീസൺ, അതിന് പല ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ നിൽക്കുന്ന ഇൻഡസ്ട്രിയുടെ ഗ്രോത്ത് എന്താണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാൻ. നമ്മൾ വെറുതെ പോയി ഒരു ഇൻവെസ്റ്റ് ചെയ്യുകയല്ല ചെയ്യേണ്ടത്. ഞാൻ നിൽക്കുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു IT സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ എൻ്റെ നെക്സ്റ്റ് 10 yearsലേക്ക് എൻ്റെ ജോബ് സെക്യൂർഡ് ആണോ, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണം. പിന്നെ എൻ്റെ സാലറി അടുത്തൊരു 5 വർഷത്തിനുള്ളിൽ ഇൻക്രീസ് ആവുന്നുണ്ടെന്നുള്ള ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകാൻ. അതിൽ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഒരു വർഷം 5 ലക്ഷം രൂപ സാലറി ഉള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ആ 5 lakhs-ന്റെ 3 times വരെയുള്ള വീടുകളൊക്കെ ചൂസ് ചെയ്യാം. അതിനെ കൺസിഡർ ചെയ്യുന്ന മറ്റു പോയിന്റുകൾ എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ള EMIs ഒക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു വീട് ചൂസ് ചെയ്യാൻ. എന്നാലും തമ്പ് റൂൾ വെച്ചിട്ട് നമുക്ക് 3 times വരെ നമുക്ക് എടുക്കാം. സാർ, ബാക്ക് ടു നവേര, ഇനീഷ്യൽ സ്റ്റേജിൽ ഐഡന്റിറ്റി ക്രൈസിസ് നേരിട്ടു എന്ന് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേറെ എന്തൊക്കെ ചലഞ്ചസ് ആണ് അന്ന സമയത്ത് നേരിട്ടത്? പ്ലസ് ഇന്നൊരു ഒരു റിയൽ എസ്റ്റേറ്റ് സെക്ടറിലേക്ക് ഇറങ്ങുന്ന ഒരാൾ എന്തൊക്കെ ചലഞ്ചസ് ആണ് കോമൺ ആയിട്ട് ഫേസ് ചെയ്യാൻ സാധ്യതയുള്ളത്? ഈ മുൻകാലങ്ങളിൽ 2020 മുൻപ് അതിന് രണ്ട് കാലഘട്ടങ്ങളിലായിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. 2020 വരെയുള്ള റിയൽ എസ്റ്റേറ്റ് സെക്ടറും 2020 ശേഷമുള്ള റിയൽ എസ്റ്റേറ്റ് സെക്ടറും തമ്മിൽ വളരെ ഡിഫറെൻ്റ് ആണ്. 2020 മുൻപ് ഏതൊരു വ്യക്തിക്കും ബിൽഡർ ആവാം. ഒരു ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ട്, നേരെ നമുക്കൊരു കൺസ്ട്രക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ബ്രോഷർ ചെയ്ത് സെല്ല് ചെയ്യാൻ പറ്റും എന്നൊരു പോയിന്റ് ആയിരുന്നു. പക്ഷേ 2020 ശേഷം ഒരു വളരെ റെഗുലേറ്ററി അതോറിറ്റിയുടെ അണ്ടറിലാണ് ഇപ്പോൾ എല്ലാ റിയൽ എസ്റ്റേറ്റ് കമ്പനീസും വർക്ക് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ 20 ശേഷം, ഞങ്ങളൊക്കെ വന്നത് 20 ശേഷമാണ്. അതിന് മുൻപുള്ള ആളുകളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഞങ്ങൾ വന്നത് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഇൻസൈഡിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇൻഡസ്ട്രിയുടെ ഏറ്റവും ടഫ് ടൈമാണ്. ഇൻഡസ്ട്രിയുടെ ഏറ്റവും ടഫ് ടൈമിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതിൽ ഒന്ന് കോവിഡ്, അത് അറിയാവുന്നത് പോലെ തന്നെ കോവിഡിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. 2, റെഗുലേറ്ററി അതോറിറ്റി വന്നതിന് ശേഷം വന്നിട്ടുള്ള മെയിനായിട്ടുള്ളൊരു ചേഞ്ച് എന്ന് പറയുന്നത് മുൻപൊക്കെ 20 മുൻപൊക്കെ ഒരു അപ്പാർട്ട്മെൻറ്റോ വില്ലയോ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ബിൽഡറിൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുക്കാം. ഓക്കെ.
20ക്ക് ശേഷം ബിൽഡറിന്റെ അക്കൗണ്ടിലേക്ക് 10 പൈസ വാങ്ങാൻ പറ്റില്ല. അത് നേരെ പോകുന്നത് ഒരു എസ്ക്രോ അക്കൗണ്ടിലേക്കാണ്, ഒരു റെറ അക്കൗണ്ടിലേക്കാണ് പേയ്മെന്റ് അടയ്ക്കുക. ഇപ്പോൾ എനിക്കൊരു ഫ്ലാറ്റ് വേണം, അല്ലെങ്കിൽ ഒരു വീട് വേണം, ഞാൻ അടയ്ക്കുന്ന പേയ്മെന്റ് ആ പർട്ടിക്കുലർ പ്രൊജക്ടിന് വേണ്ടിയിട്ട് റെറയിൽ രജിസ്റ്റർ ചെയ്തുള്ള ഒരു അക്കൗണ്ടിലേക്കായിരിക്കും ഞാൻ പേ ചെയ്യുന്നത്, വിച്ച് ഇസ് ക്ലിയർലി മോണിറ്റേർഡ്. എവറി 3 മന്ത്സിലേക്ക് ആ പ്രൊജക്ടിന്റെ പ്രോഗ്രസിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ആ പ്രൊജക്ടിനകത്തുനിന്ന് ഫണ്ട് റിലീസ് ആവുള്ളൂ. ഇനി അതിലുള്ള മറ്റു കാര്യം, സ്ക്രൂട്ടിനിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയാം. തേർഡ് പാർട്ടി ആയിട്ടുള്ള 3 പേര്, തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ആർക്കിടെക്ട്, തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ, തേർഡ് പാർട്ടി ആയിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ട്, ഇവർ 3 പേര് വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ ആ വർക്ക് പ്രോപ്പറായിട്ട് ഇത്ര ലെവലിൽ എത്തി, ഈ പേയ്മെന്റ് റിലീസ് ചെയ്യിപ്പിക്കാനുള്ള ലെവലിൽ എത്തിയെങ്കിൽ മാത്രമേ ആ പേയ്മെന്റുകൾ റിലീസ് ചെയ്ത് കൊടുക്കുള്ളൂ. സാർ, ഇതിൽ ഈ ഒരു ട്രാൻസ്പെറൻസി വഴി ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആർക്കാണ്? തീർച്ചയായിട്ടും കസ്റ്റമേഴ്സിനാണ്. കാരണം മുൻപുണ്ടായിരുന്നതിനകത്ത് ഇപ്പോൾ ഒരു പഴയ കാലങ്ങളിലൊക്കെ നമ്മളൊരു ഫ്ലാറ്റോ വീടോ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ വേഗമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, മൊത്തം സെയിൽ കഴിഞ്ഞു, നമുക്കത് വിശ്വസിക്കാനേ തരവുള്ളൂ. ഇന്ന് ഒരു റെറയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ എത്ര സെയിൽ കഴിഞ്ഞു, എന്നാണ് ഈ പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്തത്, എന്ന് വരെ ഈ പ്രൊജക്ട് എന്നാണ് ഈ പ്രൊജക്ടിന്റെ കംപ്ലീഷൻ, അതിന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസ് ആ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്തുണ്ടായിരുന്ന ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് മണി കൺട്രോൾ. അതൊരു കണക്കിന് നല്ലതാണ്, കാരണം ഇൻഡസ്ട്രിയെ വെച്ച് നോക്കുമ്പോൾ വളരെ ഗുണമാണ്, കസ്റ്റമേഴ്സിന് വളരെ അഡ്വാൻറ്റേജ് ആണ്. ബട്ട് എൻറ്റയർ ഇൻഡസ്ട്രിക്ക്, അതായത് മറ്റ് എല്ലാവരെയും കൂടെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഇൻഡസ്ട്രിയിലുള്ള ബിൽഡേഴ്സിനെ സംബന്ധിച്ച് ഒരു ടഫ് ചലഞ്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഒരു സ്ക്രൂട്ടിനിറ്റിയാണ്. ഇപ്പോൾ ഇത്രയും സ്ക്രൂട്ടിനൈസ് ചെയ്തിട്ടാണ് ഓരോ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്ത് പോകുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, എന്തൊക്കെ ചലഞ്ചസ് ഉണ്ടെങ്കിലും ബിസിനസ് സ്കെയിൽ ചെയ്യാൻ നല്ലൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടായാൽ മതി. അപ്പം നവേരേൻ്റെ ഒരു ടീം സ്ട്രെങ്ത് എങ്ങനെയാണ്, എങ്ങനെയാണ് നിങ്ങളൊരു കോർ ടീമിനെ ബിൽഡ് ചെയ്തെടുത്തത് ഇനീഷ്യൽ സ്റ്റേജിൽ? എല്ലാ ബിസിനസ്സും ഇന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ നമ്മൾ സ്റ്റാർട്ടപ്പ് കൾച്ചർ എന്നാണ് പറയുക. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് കൾച്ചറിൽ നമുക്കൊരു നല്ല ടീമിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള പ്രോസസ്സാണ്. കാരണം നമ്മളെ ട്രസ്റ്റ് ചെയ്യണം, നമ്മൾ എന്താണെന്നുള്ളത് തിരിച്ചറിയണം, അതിന് കുറച്ച് സമയമെടുക്കും. 1 വർഷം കൊണ്ട് 2 വർഷം കൊണ്ട് നമുക്കൊരു ടീമിനെ ചിലപ്പം ബിൽഡ് ചെയ്യാൻ പറ്റുന്ന വരില്ല. പക്ഷേ എൻ്റെ കൂടെയുള്ള മിക്ക ആൾക്കാരും, എൻ്റെ ടീമിലുള്ള മിക്ക ആൾക്കാരും ഞങ്ങളുടെ തുടക്കം മുതലുള്ള ആളുകളാണ്. അപ്പോൾ കൃത്യമായി അറിയാം എന്താണ് കമ്പനിയുടെ പോളിസി എന്താണെന്നും, കമ്പനി എങ്ങനെയാണ്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ് എന്താണെന്നും കൃത്യമായി തിരിച്ചറിഞ്ഞിട്ടാണ് ടീം നമ്മളോടൊപ്പം നിൽക്കുന്നത്. പക്ഷേ ഇവരെ തിരഞ്ഞെടുക്കുന്നതിലുള്ള പ്രോസസ്സ്, ഇപ്പോൾ അതിനൊരു മികച്ച HR ടീം വേണം ആദ്യം. അപ്പോൾ ആദ്യം മികച്ചൊരു HR ടീം വേണം, അതിനുള്ള ട്രെയിനിങ് പ്രോസസ്സുകൾ കൃത്യമായി നടക്കണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കൊരു ട്രസ്റ്റ് വർത്തി ആയിട്ട്, പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയിൽ നമുക്ക് പല കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് സെല്ല് ചെയ്യാം. സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞ് സെല്ല് ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കിട്ടണം. അതിന് മികച്ച സെയിൽസ് ടീം വേണം. ആ സെയിൽസ് ടീം കണ്ടിന്യൂ ചെയ്യണം. അതായത് 1-2 വർഷം കഴിഞ്ഞിട്ട് നമ്മുടെ ആ പ്രൊജക്റ്റിൽ നിന്ന് പോയി വേറൊരു ഇൻഡസ്ട്രിയിലേക്കോ വേറൊരു കമ്പനിയിലേക്കോ പോയി ജോയിൻ ചെയ്യുന്നതിനേക്കാളും ഇതേ സെയിം ഇൻഡസ്ട്രിയിൽ തന്നെ ഇതേ വ്യക്തി തന്നെ, അതായത് ആരാണോ സെല്ല് ചെയ്തത് അതേ വ്യക്തി തന്നെ കീ കൊടുക്കുകയും കൂടെ ചെയ്യണം. അതാണ് ശരിക്കും ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എൻ്റെ ടീമിൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആരാണോ സെല്ല് ചെയ്തത് അതേ വ്യക്തി തന്നെയാണ് ഫൈനലി വീടിന്റെ കീ ഹാൻഡ് ഓവർ ചെയ്യാനും പോയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ടീമിനെ ബിൽഡ് ചെയ്യുന്നത് ഒരു ഫാമിലി പോലെയാണ് ടീമിനെ ബിൽഡ് ചെയ്യുന്നത്. പിന്നെ ഒരു ഇൻഡിവിജ്വൽ, അതായത് എല്ലാവരും അവിടെ മാനേജേഴ്സാണ്. എല്ലാവരും മാനേജേഴ്സ് എന്ന് പറയുന്നത് അവനവൻ്റെ റെസ്പോൺസിബിലിറ്റി സ്വയം എടുത്തുകൊണ്ട് റെസ്പോൺസിബിലിറ്റി മുന്നിൽ എടുത്തുകൊണ്ട് അവർ കാര്യങ്ങൾ ചെയ്തു തീർക്കുക എന്നുള്ളതാണ് അവിടുത്തെ ഒരു രീതി. അല്ലാതെ ഒരു ഹൈറാർക്കി ലെവലിൽ നമ്മളിപ്പോൾ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ടോപ്പിൽ പ്ലേസ് ചെയ്തു അവിടുന്ന് ട്രയാങ്കിൾ ഷേപ്പിലേക്ക് പോകുന്നുള്ളതല്ല. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും അവരുടെ എക്സ്പീരിയൻസ് അനുസരിച്ചിട്ട് അവർക്ക് റെസ്പോൺസിബിലിറ്റി എടുത്ത് തീരുമാനം എടുക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ സെൻട്രലൈസ്ഡ് സിസ്റ്റംസ് ആണ്. ഇപ്പോൾ പറഞ്ഞ പോലെ ടീമിനോടൊപ്പം തന്നെ നമ്മൾ എത്രത്തോളം കമ്പനിയെ ഫോർവേഡായിട്ട് എത്തിക്കുന്നു എന്നുള്ളൊരു വലിയ ഫാക്ടറാണ് സോഫ്റ്റ്വെയർസ്. ഇപ്പോൾ ഹ്യൂമൻ എറേഴ്സ് ഒരുപാടുണ്ടാവാം, പക്ഷേ ഇതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ടുകൾ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ നന്നായിട്ട് നമുക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഒരു പരിധി വരെ എല്ലാ കാര്യങ്ങളും സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആണ്. സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരു കംപ്ലയിൻറ്റ് റൈസ് ചെയ്താൽ പോലും അത് സോഫ്റ്റ്വെയറിൽ വന്ന് അതിൽ നിന്നുള്ള ആക്ഷൻസ് കൃത്യമായി പോയിരിക്കും. അപ്പോൾ ടീം ഡെവലപ്മെൻറ്റിനോടൊപ്പം തന്നെ ഒരു സൈഡിൽ കമ്പനിയെ ഓട്ടോമേറ്റ് ചെയ്യാനും കമ്പനിയെ ഫോർവേഡിലേക്ക് എത്തിക്കാനും ഫോർവേഡ് പ്രോസസ്സിലേക്ക് എത്തിക്കാനും നമ്മൾ ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ സെയിൽസ് അപ്പം സപ്പോർട്ടൊക്കെ കൊടുക്കാറുണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ആഫ്റ്റർ സെയിൽ സർവീസസ് എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ ട്രസ്റ്റ് ചെയ്തു വരുന്നത് ശരിക്കും 1 ദിവസത്തേക്കോ 2 ദിവസത്തേക്കോ അല്ല. ഒരു വീട് വാങ്ങാൻ വരുന്ന ഒരാളെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വീട് വാങ്ങി ആ വീടിൻ്റെ അതായത് വീടിൻ്റെ പ്രോസസ്സ്, വീടിൻ്റെ കൺസ്ട്രക്ഷൻ മുന്നോട്ട് പോകുന്നത് കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത്. വീടിൻ്റെ കംപ്ലീറ്റ് ചെയ്ത് അതിൻ്റെ കീ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീടാണ് ശരിക്കും ചലഞ്ചസ്, അതായത് ഓരോ പ്രോബ്ലംസ് ഫേസ് ചെയ്ത് തുടങ്ങുന്നത്. ശരിക്കും ഒരു വീട് എങ്ങനെയാണോ നമ്മൾ വിൽക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ സമീപിച്ചിട്ടുള്ളത് അതേപോലെ തന്നെയാണ് ഞങ്ങൾ വീട് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷവും പ്രോബ്ലംസിനെ, ഇപ്പോൾ ഒരു പ്രോബ്ലംസ് ഉണ്ടായാലും ഇപ്പോൾ പ്രോബ്ലം ഇല്ലാത്ത ഒരു മെറ്റീരിയലും ലോകത്തില്ല.
പക്ഷേ അതിന് വേണ്ടുന്ന കൊടുക്കുന്ന സൊല്യൂഷൻസ് പ്രോപ്പർ ആവുക എന്നുള്ളതാണ്. ഒരാൾക്കൊരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ ആഫ്റ്റർ സെയിൽ സർവീസിൽ വരുന്ന കുറേ കാര്യങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ മെയിൻ്റനൻസ് ആണ്. ഒരു മെയിൻ്റനൻസ് ഇഷ്യൂ, ഞങ്ങളുടെ ഒരു വാറണ്ടി പീരീഡ് ഉണ്ട്, ഒരു 5 years എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു വാറണ്ടി പീരീഡിൽ എന്തെങ്കിലും കംപ്ലയിൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ടീമിനെ തന്നെ മെയിൽ അയക്കുക. വിത്തിൻ 24 hours ഞങ്ങളുടെ ടീം അവിടെ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് അതിന് വേണ്ടുന്ന സൊല്യൂഷൻസ് നമ്മൾ കൊടുക്കും. ഇനി 2 വേസ്റ്റ് മാനേജ്മെൻറ്റ്. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ അതും ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഒരു വീടിനകത്തോ ഒരു ഫ്ലാറ്റിലോ ഉണ്ടാകുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേസ്റ്റ്, ഓൾമോസ്റ്റ് 5 types ഓഫ് വേസ്റ്റ് ഉണ്ട്. ഈ 5 type ഓഫ് വേസ്റ്റിനെയും സെഗ്രിഗേറ്റ് ചെയ്ത് തരിക എന്നുള്ളതാണ് കസ്റ്റമറുടെ റെസ്പോൺസിബിലിറ്റി. അതിനെ കൃത്യമായിട്ടുള്ള സോഴ്സസിലേക്ക് എത്തിക്കുകയും അത് ഇൻസൈഡിൽ, അതായത് സാധാരണ ഫ്ലാറ്റിന് ഇൻസൈഡിലാണ് പല ഇടത്തും നമ്മൾ കണ്ടിട്ടുള്ളത് ഇതിനെ കൺവേർട്ട് ചെയ്യുന്നതായിട്ട്. പക്ഷെ ഞങ്ങൾ എടുക്കുന്ന ഒരു പ്രോസസ്സ് അപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രിമൈസസിൽ എവിടെയും തന്നെ ഞങ്ങൾ ഇതിനെ കണ്ടിന്യൂ ചെയ്യിപ്പിക്കില്ല. അത് ആ പ്രിമൈസസിൽ നിന്ന് പുറത്തേക്ക് കൊടുത്ത് അത് ഒരു എക്സ്റ്റേണൽ ഏജൻസി, റെസ്പോൺസിബിൾ ആയിട്ടുള്ള എക്സ്റ്റേണൽ ഏജൻസിക്ക് കൈമാറുന്ന ഒരു പ്രോസസ്സാണ് ഞങ്ങൾ അതിൽ ചെയ്യാറുള്ളത്. അതിൻ്റെ കാരണം ഇപ്പോൾ ടോയ്ലറ്റ്, ഇപ്പോൾ സാനിറ്ററി നാപ്കിൻസും പോലുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. രാവിലെ നമ്മൾ മോർണിംഗ് വാക്കിനൊക്കെ ഇറങ്ങുന്ന സമയത്ത് കാണുന്നൊരു കാര്യം, പല അപ്പാർട്ട്മെൻറ്റിൻ്റെയും ടെറസിൻ്റെ ഏരിയയിൽ നിന്ന് കറുത്ത പുകയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് എ കാർബൺ. അപ്പം നമ്മുടെ നേച്ചറിന് ദോഷം ചെയ്യുന്ന പല കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അത് നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത്, അതായത് താമസിക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് കീ കൊടുക്കുന്ന ദിവസം തന്നെ എങ്ങനെയാണ് വേസ്റ്റ് മാനേജ് ചെയ്യേണ്ടതെന്നുള്ളൊരു കൃത്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തിട്ടാണ് നമ്മൾ താമസിക്കാനുള്ള കീ കൊടുക്കാറുള്ളത്. നിങ്ങളൊരു തേർഡ് പാർട്ടിക്ക് ഇത് കൊടുക്കുന്ന സമയത്ത് അവർ ഈ ഒരു വേസ്റ്റും കാര്യങ്ങളൊക്കെ എന്താണ് ചെയ്യുന്നത്? ഇപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പോൾ ഫുഡ് വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഫുഡ് വേസ്റ്റുകൾ കളക്ട് ചെയ്ത് അതിനെ ഫെർട്ടിലൈസേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റിനെ റീസൈക്കിൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ മെഡിക്കൽ വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഇതെല്ലാം മിക്കതും റീസൈക്ലിംഗിലേക്കാണ് പോകാറുള്ളത്. ഇനി ഇത് റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം ഏജൻസീസ് അത് അവരുടേതായിട്ടുള്ള അതായത് അവരുടേതായിട്ടുള്ള പ്രോസസ്സിലേക്ക് അവർ കൊണ്ടുപോവാണ് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് ആസ് എ ബിൽഡർ എന്നുള്ള രീതിയിൽ. നമുക്ക് ഈ വേസ്റ്റ് മാനേജ്മെന്റിനകത്ത് നമ്മൾ ഒരു വീടിൻ്റെയോ 2 വീടിൻ്റെയോ അല്ല, ഇപ്പോൾ ഒരു ബിൽഡിങ്ങോ 2 ബിൽഡിങ്ങോ ആയിരിക്കില്ല. നമ്മൾ ഈ പ്രോജക്റ്റ് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും ഒരുപാട് പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ ഫ്യൂച്ചറിൽ ഈ വേസ്റ്റ് മാനേജ് ചെയ്യുന്നൊരു വലിയ ട്രബിളായി മാറും. വേറെ ഇത് പ്രൊഫഷണലായി ചെയ്യുന്ന ആൾക്കാരെ അത് ഏൽപ്പിക്കുകയാണെങ്കിൽ അവരത് കൃത്യമായി കൈകാര്യം ചെയ്തോളും. അപ്പോൾ മിക്ക ആൾക്കാരും കൊണ്ടുപോകുന്ന മിക്ക വേസ്റ്റുകളും 90% വേസ്റ്റും നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന വേസ്റ്റുകൾ തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് ആ ടീം അത് മാനേജ് ചെയ്തോളും. നേരത്തെ പറയണ്ടായല്ലോ ഈ ഒരു വാറണ്ടി പീരീഡ് ഉണ്ട്, ആ ടൈമിൽ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നിങ്ങൾ തന്നെ സോൾവ് ചെയ്യുന്നു. ഇപ്പം വേറെ ഏതെങ്കിലും ഒരു ബിൽഡേഴ്സിൻ്റെ കേസിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്കിത് എവിടെയെങ്കിലും കംപ്ലയിൻറ്റ് ചെയ്യാനോ, ഇപ്പം നേരത്തെ റെറേനെ പറ്റി പറഞ്ഞ പോലെ അങ്ങനത്തെ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? കംപ്ലൈൻസ് എല്ലാം തന്നെ രജിസ്റ്റർ ചെയ്യുന്ന റെറയിൽ തന്നെയാണ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മുൻകാലങ്ങളിലെ പോലെ അത്ര കാലതാമസമൊന്നുമില്ല. ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്നുള്ള സൊല്യൂഷൻസ് ഫാസ്റ്റ് ട്രാക്ക് ആയിട്ട് തന്നെ അവർ അതിനുള്ള സൊല്യൂഷൻസ് കൊടുക്കാറുണ്ട്. യെസ് സാർ, നമ്മൾ ഇൻട്രോയിൽ പറയണ്ടായി യാതൊരുവിധ പലിശയോ അല്ലെങ്കിൽ ലോണോ എടുക്കാണ്ടാണ് നമ്മൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ആ ഒരു ഇത്രയും ക്യാഷ് ഫ്ലോ ആവശ്യമുള്ള ഒരു ഏരിയയാണ് ശരിക്കും റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് നിങ്ങൾ എങ്ങനെയാണ് ആ ഒരു ഇനീഷ്യൽ ടൈമിൽ നിങ്ങളുടെ ഫണ്ടൊക്കെ മാനേജ് ചെയ്തത്? എവിടെ നിന്നാണ് നിങ്ങൾ ഫണ്ട് സോഴ്സ് ചെയ്തത്? അതുപോലെ ആ സമയത്ത് ഒരു ലാൻഡ് അക്വിസിഷൻ, അങ്ങനെ ഒരുപാട് പാർട്സ് ഉണ്ടാവും. അവിടെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് ചെയ്തത്? പ്ലസ് ഇത് മുന്നേ തീരുമാനിച്ച് ഉറപ്പിച്ചതായിരുന്നു ഞങ്ങൾ ഇങ്ങനെയാണ് ഞങ്ങളെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുക, പുറത്തുനിന്ന് ഒരു ഫണ്ടോ കാര്യങ്ങളോ സ്വീകരിക്കാതെ നമ്മൾ ചെയ്യുന്നുള്ളത്? ശരിക്കും ഈ ലോൺ എടുക്കുക എന്ന് പറയുന്നത് ഒരു പരിധി വരെ എന്ത് പ്രൊഡക്റ്റ് ആയാലും ശരി, നമ്മളൊരു ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ കൂട്ടി നമ്മൾ രണ്ടുപേരുടെ പാർട്ട്ണർഷിപ്പിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുകയാണ്. ഈ 2 പേർക്കും ഒരു പ്രോഫിറ്റ് മാർജിൻ വേണം. 2 ഫാമിലിയിലേക്ക് 2 പ്രോഫിറ്റ് മാർജിൻ വേണം. ഇനി നമ്മൾ രണ്ടുപേരോട് ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഒരു ബിസിനസ് റൺ ചെയ്തു, പ്ലസ് നമ്മളൊരു ലോണും കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഇൻട്രസ്റ്റും പേ ചെയ്യണം. അപ്പോൾ 2 പേരും പ്രോഫിറ്റ് മാർജിൻ ഷെയർ ചെയ്യുന്നു, പ്ലസ് നമ്മൾ ഇൻട്രസ്റ്റും കൂടെ പേ ചെയ്യുമ്പോൾ നമുക്ക് ബിസിനസ് റൺ ചെയ്ത് പോകും. പക്ഷേ നമ്മുടെ ഒരു സൈഡിൽ ഡെറ്റ് കൂടിക്കൊണ്ടേയിരിക്കും, മാർജിൻ കുറയും. ഇപ്പോൾ ഇതിൽ പ്രധാനമായിട്ടൊരു കസ്റ്റമറുടെ മെയിൻ പോയിന്റ് എന്താ? കസ്റ്റമർക്ക് നല്ല ക്വാളിറ്റിയുള്ള നല്ല ലൊക്കേഷനിലുള്ള പ്രൊജക്റ്റ് വേണം. എപ്പോഴും ഒരാളെ മാത്രമല്ല, ഇപ്പോൾ ഒരു എൻക്വയറി നവേരയിലേക്ക് വന്നു, നവേരയിൽ നിന്ന് മാത്രമായിരിക്കില്ല അവരൊരു എൻക്വയറി സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ കൊട്ടേഷൻസ് വാങ്ങുന്നത്. അവർ മറ്റ് പല സ്ഥലങ്ങളിലേക്കും കോൾ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അവിടുത്തെ സ്പെസിഫിക്കേഷൻസ് ക്രോസ് ചെക്ക് ചെയ്യും, നമ്മുടെ സ്പെസിഫിക്കേഷൻ ക്രോസ് ചെക്ക് ചെയ്യും, ലൊക്കേഷൻ ക്രോസ് ചെക്ക് ചെയ്യും. ഇതെല്ലാം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫൈനൽ വരുന്നൊരു പോയിന്റ് ഉണ്ട്, പ്രൈസ്. അപ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ ഞങ്ങൾ കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ പലിശരഹിതമായിട്ടുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് കമ്പാരിറ്റീവ്ലി റേറ്റ് ഒരു സർട്ടൺ പോയിന്റ്, ഒരു 10 to 15% നമുക്ക് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും. അതായത് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് 16% നമ്മളുടെ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. വിത്ത് ഹൈ സ്പെസിഫിക്കേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ
എങ്ങനെ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പ്രൊജക്റ്റുകളിൽ മിക്കതും കൃത്യസമയത്ത് തന്നെ, അതായത് ഒരു സർട്ടൺ ടൈമിൽ തന്നെ ഞങ്ങൾ സോൾഡ് ഔട്ട് ആണ്, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് 50-60% കൂടുതൽ സെയിൽ നടക്കുന്ന പ്രൊജക്റ്റുകളാണ്. ഒന്ന് അതിൻ്റെ ലൊക്കേഷൻ നല്ലതാണ്, രണ്ട് പ്രൈസ് നല്ലതാണ്, കൊടുക്കുന്ന സ്പെസിഫിക്കേഷൻ നല്ലതാണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ലോൺ എന്ന് പറയുന്ന ഓപ്ഷനിനെ കുറിച്ച് ഇതുവരെയും ചിന്തിക്കേണ്ടി വന്നിട്ടില്ല. രണ്ട്, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് ഇങ്ങനെ തന്നെയായിരുന്നു. ഇതാണ് നമ്മുടെ ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് ഏതൊരു പ്രൊഡക്റ്റ് നമ്മൾ ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തും നമുക്ക് അതിനെ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യുന്ന ഒരു ഫീച്ചർ ഉണ്ടാവണം. അതിൽ പ്രധാന ഫീച്ചർ ഇതാണ്: നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന എന്തൊരു കാര്യമായിക്കോട്ടെ, നമുക്ക് എപ്പോഴും വാല്യൂ ഫോർ മണി ആയിരിക്കണം. മറ്റൊരാളുടെ ഡെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ അഡീഷണൽ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞാനിപ്പോൾ ഒരു വീട് വാങ്ങാൻ വേണ്ടി പോയി, ഒരു ലോണോടുകൂടി കൺസ്ട്രക്ട് ചെയ്ത് ഓൾറെഡി വെച്ചേക്കുന്ന ഒരു വീടെന്ന് പറയുമ്പോൾ 50 ലക്ഷം രൂപയുടെ വീടാണെങ്കിൽ പ്ലസ് അതിൻ്റെ ഇൻട്രസ്റ്റ് അദ്ദേഹം ചാർജ് ചെയ്തതും കൂടെ ഞാൻ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇൻട്രസ്റ്റിന് മേളിൽ ഞാൻ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. അപ്പോൾ നാളെ അതെന്നെ റീസെയിലിന് ബാധിക്കും. പലപ്പോഴും പല ആളുകളും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ വാങ്ങിയ ഫ്ലാറ്റുകളോ വീടുകളോ റീസെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. പലപ്പോഴും ചിലപ്പോൾ സെക്കൻഡ് വീടുകളായിരിക്കും വന്നിട്ടുള്ള, ഒരാൾ വാങ്ങി താമസിച്ചുകൊണ്ടിരുന്ന വീടുകൾ വാങ്ങിയിട്ടുള്ള ആൾക്കാരായിരിക്കാം, ഒരാൾ വാങ്ങി താമസിച്ചുകൊണ്ടിരുന്ന ഫ്ലാറ്റുകളായിരിക്കും വാങ്ങിയിട്ടുള്ളത്. ഒരു സർട്ടൺ പോയിന്റ് കഴിയുമ്പോൾ എനിക്കത് റീസെയിൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരുപാട് പരാതി പറയാറുണ്ട്. ഈ പരാതി പറയുന്നതിൻ്റെ പ്രധാന റീസൺ, നമ്മൾ വാങ്ങിയിട്ടുള്ളത് വാല്യൂ ഫോർ മണി അല്ലെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ സെല് ചെയ്യാൻ നോക്കുമ്പോൾ അത് ഓവർ പ്രൈസ്ഡ് ആയിപ്പോൾ. അതിൻ്റെ റീസൺ ഇതാണ്: ഒരു 50 lakhs വീട് വാങ്ങി അതിൻ്റെ ഇൻട്രസ്റ്റോട് കൂടി മറ്റൊരാൾക്ക് നമ്മൾ സെല്ല് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി 50 lakhs പ്ലസ് ഇൻട്രസ്റ്റ് അദ്ദേഹം വാങ്ങിയത്, പിന്നെ റീസെല്ല് ചെയ്യുന്ന സമയത്ത് വാങ്ങുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ രജിസ്ട്രേഷൻ കോസ്റ്റും കൊടുത്ത് ടാക്സും കൊടുത്ത് വീണ്ടും അദ്ദേഹം ഇൻട്രസ്റ്റ് ഉൾപ്പെടെയുള്ള സാധനമാണ് കയ്യിലേക്ക് വാങ്ങുന്നത്. അപ്പോൾ അതാണ് ആ ക്ലോസുകളെല്ലാം ഞങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പലിശരഹിതമായിട്ടുള്ള വീടുകളെ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളൊരു ടൈമിലേക്ക് വന്നത്. എപ്പോഴെങ്കിലും ഇത് സ്റ്റാർട്ട് ചെയ്തതിനു ശേഷം ഞാൻ എടുത്ത ഡിസിഷൻ കറക്റ്റ് ആയിരുന്നു, അല്ലെങ്കിൽ ഒരു റീതിങ്കിന്റെ ആവശ്യം വന്നിട്ടുണ്ടോ? അതായത് പലിശയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ടോ? ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇതുവരെയും ദൈവാനുഗ്രഹം കൊണ്ട് ഉണ്ടായിട്ടില്ല. അതുപോലെ ഈ റീസെയിലിന്റെ കാര്യം പറഞ്ഞിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇപ്പം വീട് അല്ലെങ്കിൽ വില്ലാസ് ആകുമ്പം അതിന് റീസെയിൽ വാല്യൂ ഉണ്ടാവുന്നു, ഫ്ലാറ്റ്സ് കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഫ്ലാറ്റ് ആണല്ലോ, അപ്പൊ ഇതിനി എത്രത്തോളം ഇതിനൊരു സ്ട്രെങ്ത് ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻസ് ഉണ്ട്. അപ്പൊ റീസെയിൽ വാല്യൂ ഭയങ്കര ഡിമിനിഷിംഗ് ആവും ഫ്ലാറ്റ്സിന്റെ കേസിൽ എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. ശരിക്കും ട്രൂ ആണ്. ഞാൻ അതിന്റെ ഒരു റീസെന്റ് എക്സാമ്പിൾ, പഴയ എക്സാമ്പിളൂടെ പറയാം. മുൻകാലങ്ങളിൽ ഒരു 10 വർഷം മുൻപോ 15 വർഷങ്ങൾക്ക് മുൻപോ കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിന്റെ പ്രൈസ് മിക്കവാറും ഇപ്പോഴും നമുക്ക് ഗൂഗിളിലൊക്കെ കയറി സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഫ്ലാറ്റിന്റെ പ്രൈസ് നമുക്ക് കിട്ടും. അതേ സ്ക്വയർ ഫീറ്റിൽ വാങ്ങിയിട്ടുള്ള സെയിം ബിൽഡിങ്ങിൽ നമ്മൾ ഇന്നൊരു വീട് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് 2-3 കാറ്റഗറീസ് ഉണ്ട് കേട്ടോ. അന്നൊരു ബഡ്ജറ്റഡ് കാറ്റഗറിയിൽ വാങ്ങിയിട്ടുള്ള ഒരു അപ്പാർട്ട്മെന്റ് കാര്യമല്ല ഞാൻ പറയുന്നത്. അന്നത്തെ ഒരു പ്രീമിയം പ്രൊജക്റ്റ് എന്ന് കൺസിഡർ ചെയ്യുന്ന ഒരു പ്രൊജക്റ്റ്, അതായത് അത്യാവശ്യം ഫെസിലിറ്റീസ് ഉള്ളത്. നമ്മളിപ്പോൾ എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റുകൾ ഫ്യൂച്ചറിസ്റ്റിക് ആവണം. ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപ് ഒരു അപ്പാർട്ട്മെൻറ്റ് സെല്ല് ചെയ്തു. ആ അപ്പാർട്ട്മെൻറ്റിനകത്ത് കാർ പാർക്കിങ്ങും ഇല്ല, ഒരു ഫെസിലിറ്റീസും ഇല്ലാത്ത ഒരു അപ്പാർട്ട്മെൻറ്റ് ഇന്ന് സെല്ല് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ സത്യത്തിൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ന് നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന വാഹനങ്ങളുടെ വലിപ്പം വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കത് അങ്ങനെ ഒരു അപ്പാർട്ട്മെൻറ്റ് വാങ്ങുന്നത് ബുദ്ധിമുട്ടാണ്. വേറെ അന്ന് അത്യാവശ്യം വലിയ കാർ പാർക്കിങ്ങും നല്ല ഫെസിലിറ്റീസ് ഉള്ളൊരു പ്രൊജക്റ്റ് ഒരു 15-20 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ വാങ്ങിയിട്ടു. അന്നത്തെ പ്രൈസ് ഒരു 25 lakhs അല്ലെങ്കിൽ 30 lakhs വാങ്ങിയിട്ടുള്ള അന്നത്തെ സ്ക്വയർ ഫീറ്റ് നമുക്കറിയാമല്ലോ, ഒരു 2000 rupees പെർ സ്ക്വയർ ഫീറ്റ് റേറ്റിലേക്ക് അന്ന് അപ്പാർട്ട്മെന്റ് കിട്ടുന്ന കാലഘട്ടമാണ്. ഇന്ന് അതേ അപ്പാർട്ട്മെന്റ് നമ്മളത് വാങ്ങാൻ പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ് കേരളത്തിൽ 2000 രൂപയ്ക്ക് കിട്ടും സ്ക്വയർ ഫീറ്റ് റേറ്റിൽ, ഒരിക്കലും കിട്ടില്ല. അപ്പം നമുക്കുള്ള ചിന്ത നാളെ ഇതിന്റെ വില കുറയും എന്നുള്ള ചിന്തയാണ്. ഒരിക്കലും എപ്പോഴും പ്രൈസ് വേരി ചെയ്യുന്നതിന്റെ റീസൺസ് ഡിഫറെൻ്റ് ആണ്. ഇൻഫ്ലേഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ എത്രയൊക്കെ നമ്മൾ പിടിച്ചു നിർത്താൻ നോക്കിയാലും ഇൻഫ്ലേഷനെ ഒരിക്കലും പിടിച്ചു നിർത്താൻ കഴിയില്ല. അത് സ്വാഭാവികമായിട്ട് അതിൻ്റെ പ്രൈസ് കൂട്ടിക്കൊണ്ടേയിരിക്കും. 2, മെറ്റീരിയൽസിന്റെ പ്രൈസ് വേരിയേഷൻ. 3, നമ്മൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഡിമാൻഡ് വെസസ് നമ്മുടെ കയ്യിലുള്ള സപ്ലൈ. ഇങ്ങനെ പല ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു റീസെൻറ്റ് എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ തന്നെ പ്രൊജക്റ്റിൻ്റെ ഒരു റീസെൻറ്റ് എക്സാമ്പിൾ പറയാം. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഒരു 3000 rupees പെർ സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് ഞങ്ങളുടെ ഒരു ആദ്യത്തെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നിപ്പം കഴിഞ്ഞിട്ട് തന്നെ ഒരു 3 വർഷം ആയിട്ടേ ഉള്ളൂ. എനിക്കറിയാവുന്ന റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പല സെയിലും 6500 rupees പെർ സ്ക്വയർ ഫീറ്റ് റേറ്റിലാണ് സെല് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞൊരു 3 വർഷത്തിനിടയ്ക്ക് വന്നിട്ടുള്ള ഒരു ചേഞ്ചാണ്. അപ്പോൾ ഇത് നമ്മുടെ മുന്നിൽ എവിഡൻ്റ് ആണ്. അപ്പോൾ പ്രൈസ് വേരിയേഷൻ എന്ന് പറയുന്നത് ഈ ഇൻഡസ്ട്രിയിലുള്ള ഒരാളും അത് പറയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ബിൽഡേഴ്സ് ആരും ഇത്രയും വർഷങ്ങളായിട്ട് കണ്ടിന്യൂ ചെയ്യില്ലല്ലോ. ഇതൊരു നഷ്ട കച്ചവടമാണെങ്കിൽ ആരെങ്കിലും കണ്ടിന്യൂ ചെയ്യൂ. പല ആളുകളും
മുൻപ് വാങ്ങിയിട്ടുള്ള അപ്പാർട്ട്മെന്റുകൾ പലതും റീസെയിൽ ചെയ്തിട്ടാണ് പുതിയ അപ്പാർട്ട്മെന്റുകളിലേക്കൊക്കെ മാറുന്നത്. അതുപോലെ തന്നെ ഫസ്റ്റത്തെ ഒരു പ്രൊജക്റ്റ് സെല്ല് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ചാലഞ്ചിങ് ആയിരിക്കില്ല. ഈ പറഞ്ഞ പോലെ ഒരു ക്രെഡിബിലിറ്റി വേണം, ട്രസ്റ്റ് വേണം. അപ്പം ആ സമയത്ത് നിങ്ങളെ ഹെൽപ്പ് ചെയ്ത ഒരു മാർക്കറ്റിംഗ് ടാക്ടിക്സ് അല്ലെങ്കിൽ ഏതൊക്കെ ചാനൽസ് ത്രൂ ഉള്ള മാർക്കറ്റിംഗ് ആണ് അതിന് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്? ഒരു ഓർഗനൈസേഷൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉം. ഐഡന്റിറ്റി ക്രൈസിസ്, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഉം. തന്നെ ഐഡന്റിറ്റി ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം അതിൻ്റെ ഒരു മാർക്കറ്റിംഗ് പോയിന്റ് ആണ്. ഈ മാർക്കറ്റിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ അതും ഒരു ചലഞ്ചാണ്. കാരണം മേജർ പാർട്ടും ബേൺ ചെയ്യുന്നത് മാർക്കറ്റിംഗിലായിരിക്കും. അതെ. ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്നു, ആ കമ്പനിയുടെ ഐഡന്റിറ്റി, അതായത് ആ കമ്പനി എന്താണെന്ന് തിരിച്ചറിയാൻ വേണ്ടി പബ്ലിക്കിലേക്ക് നമ്മൾ കൊടുക്കുന്ന അഡ്വർടൈസ്മെന്റ്സ്, ഉം. ഇതാണ് ശരിക്കും നമ്മുടെ ബേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഞങ്ങളുടെ കമ്പനിയെ സംബന്ധിച്ച് ഞങ്ങളൊരു പാർട്ട്ണർഷിപ്പ്, നമ്മളെപ്പോഴും ബിസിനസ്സിൻ്റെ പാർട്ട്ണർഷിപ്പിൽ നോക്കുമ്പോൾ എനിക്കില്ലാത്ത എന്തെങ്കിലും കഴിവ് എൻ്റെ പാർട്ട്ണർക്ക് ഉണ്ടാവണം. ഉം. എൻ്റെ ബിസിനസ് പാർട്ട്ണർ അല്ലെങ്കിൽ എൻ്റെ വൈഫ് എന്ന് പറയുന്നത്, ഉം. ഇതൊരു ഫാമിലി ബിസിനസ്സാണ്. അപ്പോൾ ഞാനും എൻ്റെ വൈഫും മാത്രമാണ് ബിസിനസ് ചെയ്യുന്നത്. എൻ്റെ വൈഫിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആളൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഓക്കെ. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ആയിട്ടൊരു കമ്പനിയെ എനിക്ക് സോഫ്റ്റ്വെയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾക്കും ആശ്രയിക്കേണ്ടി വന്നിട്ടില്ല. ഇനി രണ്ട്, ബൈ പ്രൊഫഷൻ ആയാലും ഞാനൊരു മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് ആണ്. ഉം. അപ്പോൾ എന്തൊക്കെയാണോ ഒരു തേർഡ് പാർട്ടി കമ്പനിക്ക് മാർക്കറ്റിംഗ് ത്രൂ ചെയ്യേണ്ട ചാനൽസ്, അത് ലൈക്ക് പബ്ലിക്കിലേക്ക് എത്തേണ്ട മാർക്കറ്റിംഗ് കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങളുടെ ഇൻഹൗസിൽ ചെയ്യാൻ നമുക്ക് ഈസിലി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഏതാണ്ട് ഒരു 30% പ്രൈസ് നമുക്ക് അവിടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത് കൃത്യമായി തുടക്കം മുതൽ തന്നെ നമ്മളിത് ചെയ്തു പോകുന്നൊരിതാണ്. രണ്ട്, ഓരോ കസ്റ്റമേഴ്സിനെയും എനിക്ക് ആ തുടക്കം മുതലുള്ള ഓരോ വ്യക്തികളെയും എനിക്ക് പേഴ്സണലി അറിയാം. ഓക്കെ. ഫസ്റ്റ് സെയിൽ മുതൽ ആ പ്രൊജക്റ്റ് സെല്ല് ചെയ്ത് തീർക്കുന്നത് വരെ, അതായത് 100% അതിൻ്റെ സെയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയുള്ള ഓരോ കസ്റ്റമേഴ്സിനെയും ഞാൻ നേരിട്ട് കണ്ടിട്ടാണ് അതിൻ്റെ ബുക്കിംഗ് കളക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ. ഇതേ ആൾക്കാരെ ഞാൻ എൻ്റെ കീ കൊടുക്കാൻ നേരവും ഞാൻ പോയി വിസിറ്റ് ചെയ്യാറുണ്ട് ഈ കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായിട്ട്. ഇനി കീ കൊടുത്ത് കഴിഞ്ഞിട്ടും താമസിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ വില്ലയിലൊക്കെ ഓൾമോസ്റ്റ് 2 വർഷമായിട്ട് താമസിക്കുന്ന ആൾക്കാരുണ്ട്. ഫ്രീക്വൻ്റ് ആയിട്ട് ഞങ്ങൾ വിസിറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അന്നും ആൾക്കാർ നമ്മളെ ട്രസ്റ്റ് ചെയ്തത് നമ്മൾ പറഞ്ഞിട്ടുള്ള വാക്കുകളിലൂടെയാണ്. ഈ വ്യക്തി പറഞ്ഞിട്ടുള്ളത് ആ വാക്കുകളിലൂടെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. ശരിക്കും എപ്പോഴും ഒരു ബിൽഡേഴ്സ് എന്ന് പറയുന്നത്, ആ ബിൽഡേഴ്സിൻ്റെ ക്രെഡിബിലിറ്റി ഡിസൈഡ് ചെയ്യുന്നത് ആഫ്റ്റർ 5 years ആണ്. ആദ്യത്തെ പ്രൊജക്റ്റുകൾ ഹാൻഡ് ഓവർ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ സർവീസസ് പാർട്ട് എത്തുമ്പോഴാണ് ശരിക്കും റിയലൈസേഷൻ വരുന്നത്. എങ്ങനെയാണ് അത് നല്ല ക്വാളിറ്റിയുള്ള പ്രൊജക്റ്റ് ആണോ, എങ്ങനെയാണ് ഇവർ ആഫ്റ്റർ സെയിൽ സർവീസ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട്, ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് 5 years ആയിട്ട് മാർക്കറ്റിലുണ്ട്. ഈ കഴിഞ്ഞ 5 വർഷങ്ങളിലായിട്ട് ഞങ്ങളുടെ കൂടെ ഡേ 1 മുതലുള്ള ആളുകൾ ആരൊക്കെയാണോ അവരൊക്കെ ഇപ്പോഴും ഞങ്ങളോടൊപ്പം തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന കസ്റ്റമേഴ്സാണ്. ഇനി രണ്ട്, ഞങ്ങളുടെ മേജർ പാർട്ട്, ഞങ്ങളുടെ സെയിലിൻ്റെ മേജർ പാർട്ട് നടക്കുന്ന റെഫറൻസ് സെയിലാണ്. വാങ്ങിയ വ്യക്തികൾ അവരുടെ റിലേറ്റീവ്സിനെ കൊണ്ടും അവരുടെ ഫ്രണ്ട്സിനെ കൊണ്ടുമാണ് റിപ്പീറ്റഡ്ലി വാങ്ങിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് കൊണ്ടുണ്ടായിരുന്ന അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ, ഫസ്റ്റ് പ്രൊജക്റ്റ് 100% സോൾഡ് ഔട്ടായി. ഒരു പുതിയ ബിൽഡർ മാർക്കറ്റിലേക്ക് എൻ്റർ ആവുന്നു. ഏറ്റവും ക്രൈസിസ് സിറ്റുവേഷൻ, കോവിഡ് പോലുള്ള സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് പോലും ഞങ്ങളത് 100% സോൾവ് ചെയ്തു. രണ്ടാമത്തെ പ്രൊജക്റ്റ് വരുന്നു, ഇമീഡിയറ്റ്ലി 1 വർഷത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ പ്രൊജക്റ്റ് സോൾഡ് ഔട്ട് ആവുന്നു. അടുത്തടുത്ത പ്രൊജക്റ്റുകളെല്ലാം വരുന്നു 50-60% സോൾഡ് ഔട്ട് ആവുന്നു. അപ്പോൾ ഇതെല്ലാം ഒരാൾ വാങ്ങി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് അടുത്ത ആളിലേക്ക് അത് ഷെയർ ചെയ്യുന്നത്. ധൈര്യം, ഇപ്പം നമ്മളെ സംബന്ധിച്ച് ഒരാൾക്ക് ഒരു വീടെന്ന് പറയുന്നത് വലിയ സ്വപ്നമാണ്. അതിലേക്ക് ഒരാൾക്ക് കാട്ടി കൊടുക്കുക എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ട്രസ്റ്റ് വേണം. ഓക്കെ. അപ്പോൾ ഞങ്ങൾ തുടക്കം മുതലേ കോമ്പീറ്റ് ചെയ്യുന്നത് ഇൻഡസ്ട്രിയിൽ ഓൾമോസ്റ്റ് 25 വർഷം 30 വർഷമായിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് ഞങ്ങൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ കോമ്പറ്റീഷനിലേക്ക് ഞങ്ങളെ ട്രസ്റ്റ് ചെയ്ത് ഇത്ര ആൾക്കാർ എത്തണം എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ, അത് ട്രാൻസ്പെറൻസിയാണ്. സാർ, എന്നാൽ പോലും ഇപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് ഏരിയ ആയതുകൊണ്ട് തന്നെ ശരിക്കും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് അതിൻ്റെ ഒരു സോളായിട്ട് കൺസിഡർ ചെയ്തുകൂടെ? അതെ. അങ്ങനെയാകുമ്പോൾ ഈ റെഫറൻസ് ത്രൂ മാത്രം, അതായത് നിങ്ങളിപ്പം എനിക്കറിയില്ല നിങ്ങളുടെ ഡ്രീം എന്താണെന്ന്, പക്ഷേ എന്നാൽ പോലും ഒരു വലിയ രീതിയിലുള്ള ഒരു ഓൾ ഇന്ത്യ ബ്രാൻഡൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ഒരു ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു ബ്രാൻഡൊക്കെ ആയിട്ട് വരുന്ന സമയത്തൊക്കെ ശരിക്കും ഈ റെഫറൻസ് ത്രൂ മാത്രം മാർക്കറ്റിംഗ് ചെയ്താൽ മതി. ഇപ്പം നിങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അപ്പോഴേക്ക് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ടി വരിക? ഇപ്പം ചെയ്തിരുന്ന കാര്യത്തിൽ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ള മാർക്കറ്റിംഗ് മെത്തേഡ്സ്? അതായത് ഇപ്പോൾ നമ്മൾ ബിൽഡേഴ്സിൻ്റെ ഒക്കെ ആണെങ്കിൽ നമ്മൾ അധികം കാണാറുള്ളത് വലിയ വലിയ ബിൽ ബോർഡുകളും സോഷ്യൽ മീഡിയ ആഡ്സും കാര്യങ്ങളൊക്കെ. ഇപ്പം നമ്മൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കി തന്നിട്ടുള്ളത് ഏതാണ്? ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയ പ്രസൻസ് നന്നായിട്ട് കൊടുക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം തെറ്റില്ലാത്ത അഡ്വർടൈസ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ലീഡ് ജനറേഷൻ. രണ്ട്, അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള ബിൽ ബോർഡ്സ് അത്യാവശ്യം ആദ്യം പ്രൊവൈഡ് ചെയ്തിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. ഞങ്ങളുടെ ആദ്യത്തെ പ്രൊജക്റ്റ് നിന്നിരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്നത് ഷൊർണൂർ ഹൈവേയിലാണ്, തൃശ്ശൂർ ഷൊർണൂർ ഹൈവേയിലാണ്. ഒരു ദിവസം, അതായത് ഒരു അരമണിക്കൂറിനിടയ്ക്ക് ഏതാണ്ട് ഒരു 1000 വാഹനങ്ങളെങ്കിലും അതുവഴി പാസ് ചെയ്തു. അങ്ങനെ ഒരു ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ ആ ലൊക്കേഷൻ തന്നെ ഇറ്റ് സെൽഫ് അതൊരു ബ്രാൻഡിങ് ആണ്, അതൊരു മാർക്കറ്റിംഗ് ആണ്. കാരണം അങ്ങനെ ഒരു ലൊക്കേഷനിൽ
ട്രാവൽ ചെയ്യുന്ന ഒരു വ്യക്തി, ഒരു വീട് അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാളുടെ കണ്ണിൽ, ആ വ്യക്തിയുടെ കണ്ണിൽ പെടാതെ ഈ ലൊക്കേഷൻ പോവില്ല. അതിലാണ് ഞങ്ങൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്നത്. ഞങ്ങൾക്ക് ലൊക്കേഷനാണ് ഏറ്റവും വലിയ ബ്രാൻഡിങ് ആയിട്ട് ഞങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. കാരണം ഡെയിലി ട്രാവൽ ചെയ്യുന്ന വ്യക്തികൾ, ഇപ്പോൾ ഒരാൾ ഗൾഫിൽ ഇരുന്നിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കൺട്രിയിൽ ഇരുന്നിട്ടോ നാട്ടിലൊരാളുടെ അടുത്ത് സമീപിക്കുകയാണ്, നമ്മുടെ ലൊക്കാലിറ്റിയിൽ ഏതെങ്കിലും അപ്പാർട്ട്മെന്റുകൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയൂ, ഒന്നും അറിയാനില്ല, അതുവഴി ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ഹൈവേ സൈഡിൽ, ഞങ്ങളുടെ മിക്ക പ്രൊജക്റ്റുകൾ ഹൈവേയുടെ സൈഡിലായിരിക്കും ഉണ്ടാവുക. റോഡ് സൈഡ്, മെയിൻ ബസ് സ്റ്റോപ്പ് സൈഡ് മാത്രമേ ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ ഉണ്ടാവുള്ളൂ. ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്നത് നമ്മുടെ പ്രൊജക്റ്റ് ആയിരിക്കും. പല ആളുകളുടെ മനസ്സിൽ ശരിക്കും റിയൽ എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എസ്പെഷ്യലി ബിൽഡിങ്സ് ആണ്. സോ പക്ഷേ ബിൽഡിങ്സിനപ്പുറത്തേക്ക് നമ്മൾ സെല്ലേഴ്സും ബയേഴ്സും അതുപോലെ വെൻഡേഴ്സും ഒക്കെ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് കൂടെ അവിടെ ഒരു മാറ്റർ അല്ലേ? അതിനെ പറ്റിയിട്ട് എങ്ങനെയാണ് നിങ്ങൾ കസ്റ്റമേഴ്സൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ആക്ച്വലി കസ്റ്റമേഴ്സും വെൻഡേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് രണ്ടും പറയാം. ഇപ്പോൾ കസ്റ്റമേഴ്സിലായാലും ശരി വെൻഡേഴ്സിലായാലും ശരി, രണ്ട് കാര്യങ്ങൾ. ഇപ്പം ആദ്യം ഞാൻ വെൻഡേഴ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങളുടെ മിക്ക വെൻഡേഴ്സും തുടക്കം മുതലുള്ള ആളുകൾ തന്നെയാണ് കണ്ടിന്യൂ ചെയ്ത് വരുന്നത്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് കുറേ വർഷങ്ങളായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ഒരു മെറ്റീരിയൽ മാറി വെക്കണം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ പറയാം, ഒരു വിൻഡോ ചെയ്യുന്നത്, UPVCയുടെ വിൻഡോ ചെയ്യുന്ന ഒരേ വ്യക്തി തന്നെയാണ് എല്ലാ പ്രൊജക്റ്റുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നാളെ ഒരു കംപ്ലൈൻറ്റ് പഴയ പ്രൊജക്റ്റിലുണ്ടെങ്കിൽ ഇദ്ദേഹത്തെ ഒന്ന് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി അത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ടൈല് തരുന്ന സെയിം കമ്പനി തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ടൈല് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നാളെ അതിൽ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയാണ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓൾമോസ്റ്റ് പെയിന്റ് ആയിക്കോട്ടെ, അങ്ങനെ എന്ത് മെറ്റീരിയൽസ് ആയാലും ശരി, അത് കണ്ടിന്യൂറ്റി ഉണ്ട്. അതല്ലാതെ ഒരു പ്രൊജക്റ്റിലേക്ക് ഒരാളെ എടുത്തു, അതവിടെ കട്ട് ചെയ്തു അടുത്തൊരു ആളിലേക്ക് പോകുമെന്നുള്ളതല്ല. അപ്പം ഇതിനെ കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഫൈനലി ഇതിന്റെ അഡ്വാൻറ്റേജ് കിട്ടുന്ന കസ്റ്റമർക്കാണ്. കാരണം കസ്റ്റമർക്ക് നാളെ ഒരു സ്വിച്ചിന് കംപ്ലൈന്റ് വന്നു, സെയിം കമ്പനി തന്നെ ഓൾറെഡി നമ്മുടെ സ്റ്റോക്കിൽ ഉണ്ടാവും. ഒരു കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി നമുക്ക് അത് റീപ്ലേസ് ചെയ്ത് കൊടുക്കാൻ ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ പ്രോസസ്സിൽ യാതൊരു മാറ്റം വരുത്താറില്ല. പ്രൈസിൻ്റെ പേരിൽ ഓരോ പ്രൊജക്റ്റിലേക്ക് ഓരോരുത്തരെ എടുക്കുന്ന ഒരു പ്രോസസ്സ് ഇല്ല നമുക്ക്. എല്ലാ പ്രൊജക്റ്റുകളിലേക്കും ഓരോ വ്യക്തികളെയാണ് പോകുന്നത്. ഇത് അൾട്ടിമേറ്റ്ലി കസ്റ്റമേഴ്സിനാണ് അഡ്വാൻറ്റേജ് ആയിട്ട് വരിക. ആഫ്റ്റർ സെയിൽ സർവീസിൽ അവർക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ്. കാരണം ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ മിക്കപ്പോഴും വരുന്ന പ്രശ്നങ്ങളാണ് ഫ്ലഷ് കംപ്ലൈൻ്റ് ആയി, ടോയ്ലറ്റിൻ്റെ ഫ്ലഷ് കംപ്ലൈൻ്റ് ആയി, അല്ലെങ്കിൽ പൈപ്പിന് എവിടെയെങ്കിലും പൈപ്പിൻ്റെ ലീക്കേജസ്, പിന്നെ അതുപോലെ തന്നെ ഡോർസിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ്, ഇതൊക്കെ വരുന്ന സമയത്തും നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന സെയിം ആൾക്കാർ തന്നെയാണെങ്കിൽ ഈസിയാണ് ഇവരെ കോർഡിനേറ്റ് ചെയ്യാനും. പക്ഷേ നമ്മൾ ഈ വില്ല പ്രൊജക്റ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ന സാധനങ്ങൾ മാത്രമേ അവർക്ക് അങ്ങനെ എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടാവാറുണ്ടോ? വില്ല പ്രൊജക്റ്റുകൾ ഒരുപാട് കസ്റ്റമൈസേഷൻ വരാറുണ്ട്. എന്നിരുന്നാലും ഇപ്പൊ അപ്ഗ്രേഡ് ചെയ്യേണ്ട ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പൊ നിലവിലുള്ള കമ്പനികളുടെ അപ്ഗ്രേഡഡ് വേർഷൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അതായിരിക്കും നമ്മൾ കൂടുതൽ സജസ്റ്റ് ചെയ്യുക. ഇപ്പോൾ സ്വിച്ചസ് ആണെങ്കിൽ ഒരു കസ്റ്റമർ പറയുകയാണ് എനിക്ക് കുറച്ചുകൂടെ അപ്ഗ്രേഡഡ് വേർഷൻ വേണം, ഇപ്പോൾ AI എനേബിൾ ചെയ്യുന്ന ഒരുപാട് സ്വിച്ചസും ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സെയിം ബ്രാൻഡിൽ തന്നെ അതുണ്ടെങ്കിൽ നമ്മൾ ആദ്യം സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രോബ്ലം വരാറില്ല. നമ്മളൊരു ബ്രാൻഡ് ഗ്രോ ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യാറുണ്ട്. എസ്പെഷ്യലി അത് സ്കെയിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് പല കൺഫ്യൂഷൻസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തുന്ന സമയത്തൊക്കെ ഒരു മെൻറ്റർഷിപ്പ് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേക ബിസിനസ് പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? മെൻറ്റർഷിപ്പ് ഇതുവരെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. മെൻറ്റർഷിപ്പ് നല്ലത് തന്നെയാണ്. പക്ഷേ ഞാൻ എന്നിലൂടെ കാണുന്ന പല കാര്യങ്ങളും എൻ്റെ പ്രോബ്ലംസ് ആയിരിക്കില്ല മറ്റൊരാളുടെ പ്രോബ്ലംസ്. അപ്പോൾ നമ്മളെപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഓരോ ദിവസം ഓരോ ചലഞ്ചസ് ആണ്. നമുക്കിപ്പോൾ അത് പർട്ടിക്കുലർ ഞാൻ അനുഭവിക്കുന്ന അതേ ചലഞ്ചസ് തന്നെ ഫേസ് ചെയ്യുന്ന മറ്റൊരാളെ നമുക്ക് കണ്ടെത്താനും ബുദ്ധിമുട്ടാണ്. മെൻറ്റർഷിപ്പിൽ ഓരോരുത്തരും വന്നിട്ടുള്ള ഡിഫറെൻറ്റ് മെത്തേഡ്സിലാണ്. ഞാൻ പലപ്പോഴും കാണുന്നൊരു കൺസിഡറേഷൻ എന്ന് പറയുന്നത് നമ്മൾ സ്വയം റിയലൈസ് ചെയ്യാന്നൊരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു മെൻറ്ററിനെ ഫൈൻഡ് ഔട്ട് ചെയ്ത് മെൻറ്ററിനോടൊപ്പം നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ ഗ്രാസ്പ് ചെയ്യുന്ന കുറേ ഐഡിയാസ് അദ്ദേഹത്തിൻ്റെ നെഗറ്റീവ്സും കൂടി ആയിരിക്കും. അപ്പോൾ ഞാൻ എന്നിൽ കാണുന്ന ഒരു കാര്യം, എൻ്റെ പോരായ്മകൾ എന്തൊക്കെയാണെന്ന് ഞാൻ ആദ്യം തിരിച്ചറിയുകയും അതിനെ ലിസ്റ്റ് ഡൗൺ ചെയ്യുകയും അതിന് ഞാൻ സ്വയമേ എൻ്റെ വായനകളിലൂടെയും ഞാൻ വായിക്കുന്ന പുസ്തകങ്ങളിലൂടെയും അല്ലെങ്കിൽ ഞാൻ കാണുന്ന മോട്ടിവേഷണൽ വീഡിയോസിലൂടെയും മാത്രമേ എനിക്ക് എന്നെ ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ മെൻറ്റർഷിപ്പ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുക്കാറില്ല. മെൻറ്റർഷിപ്പിലൂടെ ബിസിനസ് ഗ്രോ ചെയ്യിപ്പിക്കാം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചും ഞാൻ അത്ര ഒരു പോസിറ്റീവായിട്ട് ഞാൻ അതിനെ കാണുന്നില്ല. കാരണം എൻ്റെ ഒരു നേച്ചറിൽ അതൊരു പോസിറ്റീവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല.
സാർ നേരത്തെ പറയണ്ടായി നമ്മൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ 2 വർഷം 3 വർഷമുള്ള നമ്മളെ ഇൻകം വെച്ചിട്ട് നമുക്ക് നമ്മുടെ അച്ഛനും അപ്പന്മാർക്ക് നമുക്ക് ഒരു സുഖമായിട്ടൊരു വീട് പണിയായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ അതുപോലെ തന്നെ അന്നത്തെ അവരുടെ ഒരു റിക്വയർമെൻ്റ് അല്ലല്ലോ ഇന്നുള്ള ആ ഒരു ജനറേഷനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം പല ആളുകളും വർക്ക് ഫ്രം ഹോം ആയിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും, അതുപോലെ പെറ്റ്സിനെ നോക്കുന്ന ആളുകളുണ്ടാവും. അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സംബന്ധിച്ചിട്ട് നിങ്ങളുടെ അമ്യൂണിറ്റീസും സ്പേസസും ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത് ആക്ച്വലി? ഇപ്പോൾ കൊടുക്കുന്ന എല്ലാ പ്രൊജക്റ്റുകളിലും ബേസിക് ആയിട്ടുള്ള അമ്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു ലക്ഷറി കാർ വാങ്ങുമ്പം സൺറൂഫ് ഉണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ അത്തരത്തിലുള്ള കുറേ ഫീച്ചേഴ്സ് ഇല്ലാതെ നമുക്കൊരിക്കലും പ്രൊജക്റ്റ് സെല് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇതിലെല്ലാം എല്ലാ അമ്യൂണിറ്റീസും ഒരു വ്യക്തി കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവില്ല. ബട്ട് നമുക്കൊരു സെല്ലിംഗ് പോയിന്റിലേക്ക് വരുമ്പോൾ ഒരുപാട് ഫീച്ചേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ റൂഫ് ടോപ്പ് സ്വിമ്മിംഗ് പൂള്, ചിൽഡ്രൻസിനുള്ള പ്ലേ ഏരിയ, പിന്നെ റീഡിങ് ഏരിയാസ്, ഇതൊക്കെ കോമൺ ഫീച്ചേഴ്സ് ആണ്. അപ്പോൾ ഇതിൽ കൺസിഡർ ചെയ്യേണ്ട 3 കാറ്റഗറി ആയിട്ടാണ്. ഒന്ന് കുട്ടികളായിരിക്കുന്ന ആൾക്കാർ, ഇതും ഈ കുട്ടികളും അവിടെ താമസിക്കുന്നവരാണ്. 2 പേരൻസ് ആയിട്ടുള്ള ആൾക്കാർ, 2 ഗ്രാൻഡ് പേരൻസ് ആയിട്ടുള്ള ആൾക്കാർ. ഇപ്പോൾ ഇവരെ 3 പേരെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് എപ്പോഴും അമ്യൂണിറ്റീസ് ഡിസൈഡ് ചെയ്യാറുള്ളത്. അതിൽ കുട്ടികൾക്ക് വേണ്ടുന്ന ഫെസിലിറ്റീസ്, ഇപ്പോൾ ഇൻഡോറിലുള്ള ഗെയിം ഏരിയ ഇത് കുട്ടികൾക്കുള്ളതാണ്, ഔട്ട്ഡോറിലുള്ള പ്ലേ ഏരിയ കുട്ടികൾക്കുള്ളതാണ്, ലാൻഡ്സ്കേപ്പ് ഏരിയാസ് ഇത് കുട്ടികൾക്കും പേരൻസിനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ജിമ്മ്, പിന്നെ ലോബി ഏരിയ, ഒരു മീറ്റിംഗ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലോബി ഏരിയയിൽ നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റും. റീഡിങ് ഏരിയാസ് മിക്ക പ്രൊജക്റ്റിലും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്ക് മെഡിറ്റേഷൻ ഡെക്കുകൾ, ടോപ്പ് ഏരിയയിൽ നമുക്ക് സ്വിമ്മിംഗ് പൂളുകൾ, ഇതെല്ലാം എല്ലാ ജനറേഷനെയും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കുട്ടികൾക്ക് വേണ്ടി മാത്രമായി ഒരു അമ്യൂണിറ്റിന്നോ അല്ലെങ്കിൽ പേരൻസിന് വേണ്ടി മാത്രമായി ഒരു അമ്യൂണിറ്റി എന്നല്ല. കാരണം കുട്ടികൾ നാളെ പേരൻസായി മാറും, അവർ വളർന്നു വലുതാവുമല്ലോ. അപ്പോൾ ആ അത്തരത്തിലുള്ള യൂസേജും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ്. പിന്നെ ഞങ്ങളുടെ എല്ലാ പ്രൊജക്റ്റുകളിലും ഞങ്ങളൊരു കുറച്ച് പ്രയോറിറ്റി കൂടുതൽ കൊടുക്കുന്നത് എൽഡേഴ്സിനാണ്, ഗ്രാൻഡ് പേരൻസ്. കാരണം അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ടൈലുകളായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. കാരണം നമുക്ക് സ്ലിപ്പ് ആവാൻ പാടില്ല, അത്തരത്തിലുള്ള ടൈൽസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾക്ക് പ്രിഫറൻസ് കൊടുത്തുകൊണ്ടാണ് എപ്പോഴും പ്രൊജക്റ്റുകൾ ഡിസൈഡ് ചെയ്യാറുള്ളത്. അപ്പോൾ എല്ലാവരും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പൊടിക്ക് ഞങ്ങൾ എൽഡേഴ്സിനെ കൺസിഡർ ചെയ്യുന്നുണ്ട്. കാരണം നമ്മൾ നാളെ എൽഡർ ആവും. ഓക്കെ, അപ്പം നമ്മൾ എന്നും യങ്ങായി നിൽക്കില്ല. ഇന്ന് പേരൻസായി നിൽക്കുന്ന ആൾക്കാർ നാളെ ഗ്രാൻഡ് പേരൻസ് ആവും. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് മാത്രമാണ് പ്രൊജക്റ്റ് ഡിസൈഡ് ചെയ്യാറുള്ളത്. നമ്മൾ ഇപ്പോൾ പറഞ്ഞതൊക്കെ ശരിക്കും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ AI ഇൻ്റഗ്രേഷൻ ഒരു പാർട്ടല്ല. എല്ലാ രീതിയിലും AI എല്ലാ മേഖലയിലും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലും ഈ ഒരു ബിൽഡേഴ്സ് മേഖലയിലൊക്കെ എങ്ങനെയാണ് ശരിക്കും AIൻ്റെ ഒരു കടന്നുകയറ്റം ബാധിക്കുക? അത് പോസിറ്റീവായിട്ട് തന്നെ ആയിരിക്കില്ലേ? AI ഇൻ്റഗ്രേഷൻ്റെ കാര്യം പറഞ്ഞ പോലെ ഓട്ടോമേഷൻ ഒരു ഫീച്ചറാണ്. ഓട്ടോമേഷൻ എപ്പോഴും ഒരു വ്യക്തിയെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതല്ല 100%. നമ്മുടെ സ്കില്ല് ഡെവലപ്പ് ആക്കിക്കൊണ്ട് AI ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി കുറച്ച് വീഡിയോസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. കൺസ്ട്രക്ഷൻ മേഖലയിൽ തനിയെ ടൈല് ലേ ചെയ്യുന്ന മെഷീൻ വരുമ്പോൾ അവിടെ തൊഴിൽ സാധ്യത നഷ്ടപ്പെടുമോ എന്ന് കുറേ ആൾക്കാർക്ക് പേടിയുണ്ട്. പക്ഷേ ഇതിൽ ഉള്ളൊരു എല്ലാ കാര്യങ്ങളും ഒരു AIക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ സ്കിൽസും കൂടെ പാരലലി AIക്ക് അനുസരിച്ച് നമ്മളുടെ സ്കിൽസ് കൂടെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. തൊഴിലിനെ പൂർണ്ണമായിട്ടും, പ്രത്യേകിച്ച് കൺസ്ട്രക്ഷൻ പോലുള്ള വർക്കുകളിൽ 100% എനിക്ക് തോന്നുന്നില്ല ഓട്ടോമേഷൻ കൊണ്ടുവരാൻ പറ്റുമെന്ന്. കാരണം ഇത് മറ്റ് ഒരു ഇൻഡസ്ട്രി പോലെ അല്ല. ഇതിനെ കുറച്ച് കോംപ്ലക്സിറ്റി വളരെ കൂടുതലാണ്. കാരണം സ്റ്റീല് ബെൻഡ് ചെയ്യുക, സ്റ്റീല് റീബാർ ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഒരു മനുഷ്യൻ ഡയറക്റ്റ് പോയി നിന്ന് ചെയ്യേണ്ട, കൈകൊണ്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം തന്നെ ചിലപ്പോൾ ഫ്യൂച്ചറിൽ വന്നേക്കാം. ബട്ട് ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഒരു തൊഴിൽ പൂർണ്ണമായിട്ടും അതായത് AI നമുക്ക് മാറ്റാൻ പറ്റുന്ന രീതിയിലല്ല കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഉള്ളത്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയാണ് ശരിക്കും റിയൽ എസ്റ്റേറ്റ്. ആ അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നമുക്ക് ഒരു റിപ്പോർട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരാനും ആ കമ്പനിയെ കൃത്യമായിട്ട് അലൈൻ ചെയ്യാനും നമുക്ക് AI ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണ്. സാർ, ഇപ്പോൾ അതുപോലെ തന്നെ സ്മാർട്ട് ഹോംസ് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വരുന്നുണ്ടല്ലോ. പുറത്തുള്ള രാജ്യങ്ങളൊക്കെ അവർ ഓൾറെഡി ഇംപ്ലിമെൻറ്റ് ചെയ്ത് തുടങ്ങി. നമ്മൾ ഈ അപ്പാർട്ട്മെൻറ്റിലും അങ്ങനെ ഒരു കൺവേർഷൻ ഈ അടുത്ത കാലത്ത് തന്നെ വരാനുള്ള സാധ്യതയുണ്ടോ? AI അതും ഓട്ടോമേഷനാണ്. നമുക്കിപ്പോൾ ഒരു വീടിൻ്റെ പിന്നെ ഗ്യാസ് കൺട്രോൾ ചെയ്യാം, നമുക്കൊരു വീടിൻ്റെ സ്വിച്ചസും ലൈറ്റ്സും ഒക്കെ കൺട്രോൾ ചെയ്യാം. ഇത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഒരു പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ സ്റ്റേജിൽ നിൽക്കുകയാണ്, ഒരു വില്ല പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ സ്റ്റേജിൽ നിൽക്കുകയാണ്. ആ വില്ലയിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് ലൈറ്റ് കൺട്രോൾ ചെയ്യാം, ഫാൻസ് കൺട്രോൾ ചെയ്യാം. ഇത് ഒരു കുറച്ചുകൂടെ നെക്സ്റ്റ് ഒരു ജനറേഷൻ, അതായത് നെക്സ്റ്റ് ഒരു അപ്ഗ്രേഡഡ് വേർഷനിലേക്ക് നമ്മൾ പതിയെ മാറുകയാണ്. തീർച്ചയായിട്ടും ആ ഒരു പോയിന്റിൽ AI
ഇനേബിൾ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ നമ്മളില്ലാത്ത സമയത്ത് കുട്ടികൾ മാത്രമേ ഉള്ളൂ, അത്തരം സിറ്റുവേഷൻസിൽ നമുക്കതൊരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഡോർ ലോക്സ് ആയിക്കോട്ടെ, എല്ലാ കാര്യങ്ങളും നമുക്ക് മൊബൈലിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പോയിന്റിൽ ഞാൻ പറഞ്ഞത് കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ വലിയൊരു അഡ്വാൻറ്റേജ് കിട്ടുന്ന ഒരു രീതിയിലേക്ക് അതിന് ട്രാൻസ്ഫോം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ പുതിയൊരു വില്ലയിൽ നമ്മളിപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് അതിൻ്റെ സ്വിച്ചസ് ആയിക്കോട്ടെ, അതിൻ്റെ ലൈറ്റ്സ് ആയിക്കോട്ടെ, ഇതെല്ലാം നമുക്ക് ഫോണിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ AI എന്ന് പറയുന്ന പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി എന്ന് പറയുന്നത്. നമ്മളൊരു എക്കോ കോൺഷ്യസ് ആയിട്ടുള്ളൊരു കൺസ്ട്രക്ഷൻ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കൊണ്ടുവരിക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ടോ കൺസ്ട്രക്ഷൻ ഫീൽഡിൽ? ഈ കൺസ്ട്രക്ഷൻ ഫീൽഡിലെ മിക്ക ആളുകളും ധരിച്ചു വെച്ചേക്കുന്നത് നമ്മൾ കുറേ പ്ലാന്റ്സ് നടുന്നതാണ് ഗ്രീനറി എന്നുള്ളതാണ്, അതായത് എക്കോ ഫ്രണ്ട്ലി എന്നുള്ളതാണ്. കൺസ്ട്രക്ഷൻ്റെ 90%, 80% ശരിക്കും കാർബൺ എമിഷൻസ് കൂടിയ മെറ്റീരിയൽസ് ആണ് പല കാര്യങ്ങളിലും ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ സിമെന്റ്, നമ്മൾ ഉപയോഗിക്കുന്ന സിമെന്റ് ബ്ലോക്കുകൾ, ഇതെല്ലാം തന്നെ കാർബൺ എമിഷൻ വളരെ കൂടിയ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ പ്രാക്ടീസിൽ ഇപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, കൺസ്ട്രക്ഷനിൽ കാർബൺ എമിഷൻ കുറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസിനെ ഫോക്കസ് ചെയ്യുക, ഫ്യൂച്ചറിൽ റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസിനെ നമുക്ക് ഫോക്കസ് ചെയ്യാം. നമുക്കിപ്പോൾ ഒരു ബിൽഡിങ്ങിന് ഒരു സാധാരണഗതിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ക്ലൈമറ്റിലുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു സാധാരണ ആയുസ് എന്ന് പറയുന്നത് 50 to 60 years അല്ലെങ്കിൽ 70 years ആയിരിക്കും ഒരു ബിൽഡിങ്ങിൻ്റെ ആയുസ് ഉണ്ടാവുക. നെക്സ്റ്റ് ഒരു ജനറേഷൻ്റെ കയ്യിലേക്ക് ബിൽഡിംഗ് കൈ കിട്ടിക്കഴിഞ്ഞാൽ സാധാരണ ഇതിൽ ചെയ്ത് ഡിമോളിഷ് ചെയ്ത് രണ്ടാമതൊരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുക. ഡിമോളിഷ് ചെയ്യുമ്പോഴും നമുക്കിത് റീസൈക്കിൾ ചെയ്യാൻ പറ്റണം. ഇതിലുള്ള മെറ്റീരിയൽസിനകത്ത് ഒരു 60% റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെറ്റീരിയൽസ് ആണ് ഞങ്ങളിപ്പോൾ ഉപയോഗിക്കുന്നത്. എന്ത് മെറ്റീരിയൽസ് ആണ്? ഇപ്പോൾ അതിലെ ബ്രിക്ക് ക്ലേ ബ്രിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നാളെ ആ ക്ലേ ബ്രിക്ക് ചിലപ്പോൾ അതേ കണ്ടീഷനിലായിരിക്കില്ല നമുക്ക് റീകൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി കിട്ടുക, റീസൈക്കിൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കിട്ടുക. നമുക്ക് കൃഷി ചെയ്ത് നമുക്ക് രണ്ടാമത്തെ റീഫോം ചെയ്യാൻ പറ്റും. സ്റ്റീല്, ഇപ്പോൾ ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റീൽസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഹൈ ഗ്രേഡഡ് സ്റ്റീൽസ് ആണ്. അപ്പം ഫ്യൂച്ചറിൽ അത് റീസൈക്കിൾ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റീൽ ഇപ്പോഴും റീസൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മെറ്റീരിയൽസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ 60% നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഇലക്ട്രിക്കൽ ഐറ്റംസ് നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്മുടെ വയറിനകത്തൂടെ പോകുന്ന കോപ്പർ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അതിൻ്റെ മുകളിലുള്ള കോട്ടിങ്സ് റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ബിൽഡിംഗ് കൺസ്ട്രക്ഷനകത്ത് ഓൾമോസ്റ്റ് മേജർ ഭാഗവും റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലേ ബ്രിക്സ് എത്രത്തോളം സേഫ്റ്റിയാണ് ശരിക്കും നമ്മൾ നോർമലി ഇതിനെ പറ്റി കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത്? ക്ലേ ബ്രിക്ക് ഒരു സാധാരണ ഇതിൽ അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഈ ചോദ്യം പല കസ്റ്റമേഴ്സും ചോദിക്കാറുണ്ട്, സിമെന്റ് കട്ടയും ക്ലേ ബ്രിക്ക് കൂടെ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ശരിക്കും ഒരു അപ്പാർട്ട്മെന്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഫ്രെയിംഡ് സ്ട്രക്ചേഴ്സ് ആണ്. ഫ്രെയിംഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിലാദ്യം ഒരു പില്ലറും ബീമും ചെയ്തിട്ട് അതിനകത്താണ് ശരിക്കും നമ്മൾ ഫിൽ ചെയ്യുന്നത്. ശരിക്കും പഴയ ട്രഡീഷണൽ മെത്തേഡിൽ നമ്മൾ വീട് പണിയുന്ന പോലെ അല്ല അപ്പാർട്ട്മെന്റുകൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്. വീട് പണിയുമ്പോൾ എന്താ ചെയ്യുക? യെസ്, നമ്മൾ ആദ്യം കട്ട വെക്കുന്നു, അതിന്റെ മുകളിലേക്ക് നമ്മൾ സ്ലാബ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ട് ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റീലും സിമെന്റും ഉപയോഗിച്ചുകൊണ്ടുള്ള കോൺക്രീറ്റിലാണ് ശരിക്കും ആ ഒരു ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്തിട്ട് അതിനകത്തേക്കാണ് നമ്മൾ ഈ പാർട്ടീഷന് വേണ്ടിയിട്ട് ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബ്രിക്ക് ഉപയോഗിക്കുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചൂട് കുറയ്ക്കാൻ പറ്റും. റൂമിന്റെ ഇൻസൈഡിലുള്ള ചൂട് നമുക്ക് കമ്പാരിറ്റീവ്ലി കുറയ്ക്കാൻ പറ്റും. നമ്മുടെ എക്കോ ഫ്രണ്ട്ലി ആണ്. നമുക്ക് ഇലക്ട്രിസിറ്റിയുടെ യൂസേജ് പരമാവധി നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇതിപ്പോൾ എക്സ്പെൻസിന്റെ സൈഡ് നോക്കുകയാണെങ്കിൽ അത് മോർ എക്സ്പെൻസീവ് ആവും. തീർച്ചയായിട്ടും എക്കോ ഫ്രണ്ട്ലി ആയിട്ട് എന്ത് മെറ്റീരിയൽ വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അതിന് കോസ്റ്റ് കൂടുതലായിരിക്കും. നമുക്ക് ഇത് ഇപ്പോൾ ഒരു പറയുന്നത് ക്ലേ ബ്രിക്കിന്റെ കോസ്റ്റും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോറത്തം പോലുള്ള ബ്രിക്കിന്റെ കോസ്റ്റും ഒരു സിമെന്റ് ബ്രിക്കിന്റെ കോസ്റ്റോടെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 2 to 3 ടൈംസിന്റെ പ്രൈസ് വേരിയേഷൻ ഉണ്ട്. അപ്പോൾ പ്രൈസ് കൂടിയ മെറ്റീരിയൽസ് ആണ് നമ്മൾ അതിലേക്ക് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള മെറ്റീരിയൽസ് കൊണ്ടുവരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ക്രാഫ്റ്റ്മാൻഷിപ്പ് ക്വാളിറ്റി ഉള്ളതായിരിക്കണം. ഇത് ഒരാൾ ഒരു സാധാരണ സിമെന്റ് ബ്രിക്ക് അല്ലെങ്കിൽ സിമെന്റിന്റെ ബ്ലോക്ക് കട്ട് ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഇത് ചെയ്യുന്നത്. ഇതിന് കുറച്ചുകൂടെ എക്സ്പെർട്ടീസ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാൾ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ചാർജ് കൂടുതലായിരിക്കും, അദ്ദേഹത്തിന്റെ ടൈം കൂടുതലായിരിക്കും. അങ്ങനെ കൺസിഡർ ചെയ്യുമ്പോൾ നോർമൽ കൺസ്ട്രക്ഷൻ പ്രാക്ടീസും എക്കോ ഫ്രണ്ട്ലി കൺസ്ട്രക്ഷൻ പ്രാക്ടീസും തമ്മിൽ നല്ല പ്രൈസ് വേരിയേഷൻ ഉണ്ട്. പ്രൈസ് കൂടുതലാണ്. സോ ഇപ്പം നമ്മുടെ ഈ പോഡ്കാസ്റ്റ് കണ്ടുകൊണ്ടിരിക്കുന്നതിൽ ആർക്കെങ്കിലും ഒരു സാറിൻ്റെ ഫോർ സമ്മൺ ഹു ലുക്കിംഗ് ടു ബൈ എ പ്രൊജക്റ്റ് ഓഫ് നവേര ഒരു എൻട്രി പ്രൈസ് റേഞ്ച് ഏകദേശം എത്രയായിരിക്കും? ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എക്കോ ഫ്രണ്ട്ലി പ്രൊജക്റ്റുകളാണ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഒരു ആവറേജ് 50 lakhs ആ റേഞ്ചിൽ നമ്മുടെ കയ്യിൽ പ്രൊജക്റ്റുകളുണ്ട്. 50 lakhs മുതൽ 1.5 CR വരെയുള്ള പ്രൊജക്റ്റുകൾ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ശരിക്കും ഈ പ്രൈസിങ്ങിന്റെ ഡിസിഷൻ എങ്ങനെയാണ് വരുന്നത്? എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഈ പ്രൈസിങ് ഡിസൈഡ് ചെയ്യുന്നത്? നമുക്ക് എപ്പോഴും ഡൗട്ട് തോന്നുന്നൊരു കാര്യമാണ്. ഇതൊരു ചുമ്മാ ഒരു പ്രൈസ് അങ്ങ് പറയാണോ? എന്തൊക്കെയാണ് ഇതിന്റെ ഫാക്ടേഴ്സ്?
പ്രൈസ് ഡിസൈഡ് ചെയ്യുന്ന ഒരു പ്രൊജക്ടിന്റെ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നതിന് 3 ഫാക്ടേഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. ഉം. ഒന്ന് പ്രീ പ്രൊജക്ട്, ഡെവലപ്മെന്റ് സ്റ്റേജ് ആൻഡ് പോസ്റ്റ് പ്രൊജക്ട്. ഉം. അതിൽ പ്രീ പ്രൊജക്ടിനകത്ത് വരുന്ന കുറേ കൺസിഡറേഷനാണ്. നമ്മൾ ആ പ്രൊജക്റ്റിലേക്ക് എത്തിച്ചേരുകയും നമ്മൾ ലാൻഡ് ഐഡന്റിഫൈ ചെയ്യുകയും ചെയ്യുന്നത്. ആ പ്രോസസ്സ് മുതൽ അതിൻ്റെ ടെസ്റ്റിംഗ് മുതൽ, അതായത് ഇപ്പോൾ ഒരു ലാൻഡ് ഐഡന്റിഫൈ ചെയ്ത് അതിൻ്റെ ടെസ്റ്റിംഗ് മുതൽ ഫൗണ്ടേഷൻ്റെ ഡിസൈൻ ചെയ്യുന്നത് മുതൽ, ഒരു സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്യുന്നത്, ആർക്കിടെക്ട് ഡിസൈൻ ചെയ്യുന്നത് മുതലുള്ളത് ഒരു പാർട്ടാണ്. ഇതെല്ലാം നമ്മളൊരു സർട്ടൺ ടീമാണ് വർക്ക് ചെയ്യുക. അവരുടെ എഫിഷ്യൻസി, അവർക്ക് വരുന്ന ചാർജസ്, ഇതെല്ലാം ഫാക്ടേഴ്സാണ്. ഇപ്പോൾ പ്ലംബിങ്ങിൻ്റെ ഡ്രോയിങ് അതൊരു എക്സ്റ്റേണൽ ഏജൻസിയാണ് ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു സർട്ടൺ എമൗണ്ട് ഉണ്ടാവും. പിന്നെ ഒരു ആർക്കിടെക്ട് അത് ഡിസൈൻ ചെയ്യുമ്പോൾ ആർക്കിടെക്റ്റിൻ്റെ ഒരു സർട്ടൺ എമൗണ്ടുകൾ വരാറുണ്ട്. ഒരു സ്ട്രക്ചർ എഞ്ചിനീയർ അത് ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ ഏത് സ്റ്റീൽ യൂസ് ചെയ്യണം, എന്ത് ഗ്രേഡിലുള്ള സിമെൻ്റ് ആണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഒരാൾ സ്ട്രക്ചർ എഞ്ചിനീയറാണ്. അപ്പോൾ ഇത്തരം ഒരു പാർട്ടാണ് ഫസ്റ്റ് പോയിന്റ് ഉള്ളത്. ഇനി 2, ഇത് കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഒരു അപ്രൂവലിലേക്ക് പോയി അത്തരം ഫീസ് അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊരു പ്രൊജക്റ്റ് അതായത് ഒരു പ്രൊജക്റ്റ് സെല്ലിംഗ് പോയിന്റിലേക്ക് എത്തിക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. അതുവരെയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തുകയാണ്. സെക്കൻഡ് സ്റ്റേജിൽ എന്ന് വെച്ചാൽ എക്സിക്യൂഷൻ്റെ സ്റ്റേജിലാണ്. അവിടെ ആ ഒരു സൈറ്റിൽ നിൽക്കുന്ന ഒരു സൈറ്റ് എഞ്ചിനീയർ അതിനകത്തൊരു ഇമ്പോർട്ടൻ്റ് ആണ്. അദ്ദേഹത്തിനുള്ള സാലറീസ് ഇമ്പോർട്ടൻ്റ് ആണ്. സൈറ്റ് ടീമിൻ്റെ ഒരു സാലറി ഇമ്പോർട്ടൻ്റ് ആണ്. അതിലേക്ക് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസിൻ്റെ പ്രൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൈസ് വേരിയേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിലെല്ലാം ഉപരി ക്ലൈമറ്റ് കണ്ടീഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് നെക്സ്റ്റ് സ്റ്റേജ്. വൺസ് ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന സർവീസ് ഇഷ്യൂസും കൂടെ മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ശരിക്കും എപ്പോഴും ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുക. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് അണ്ടർ റേറ്റിൽ സെല്ല് ചെയ്യുന്നൊരു ഒരുപാട് പ്രൊജക്റ്റുകൾ കണ്ടിട്ടുണ്ട്. ഈ അണ്ടർ റേറ്റിൽ സെല്ല് ചെയ്യുമ്പോൾ നാളെ ഈ പ്രൊജക്റ്റിൻ്റെ സർവീസ് പാർട്ടും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിനോടൊപ്പം തന്നെ ഞാനിപ്പം ആദ്യം പറഞ്ഞ പോയിന്റും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ആഡ് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരു പ്രൊജക്റ്റ് അതായത് ഒരു കൺസ്ട്രക്ഷൻ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ എടുക്കുന്ന ലോണും ഇതിൻ്റെ പാർട്ടാണ്. അതും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. പിന്നെ ഒരു പ്രോഫിറ്റ് പോർഷനും ഉണ്ടാവും, കാരണം നാളെ കമ്പനി കണ്ടിന്യൂ ചെയ്യണമല്ലോ. അപ്പോൾ ഇതും കൂടെ വരുന്ന ഈ ടോട്ടൽ പോയിന്റിലേക്കാണ് കൺസിഡർ ചെയ്തിട്ട് നമുക്കൊരു റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ വർഷം ഇതിപ്പോൾ 2025 നമ്മളൊരു പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്താൽ ഈ പ്രൊജക്റ്റിൻ്റെ കംപ്ലീഷൻ ചിലപ്പോൾ 2028 29 ആയിരിക്കും ഉണ്ടാവുക. അന്നത്തെ പ്രൈസ് വേരിയേഷനും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഒരു പ്രൊജക്റ്റ് നമുക്ക് അനൗൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രൈസ് ഫാക്ടർ ചെയ്യുന്നത് ഒരുപാട് ഫാക്ടേഴ്സിലൂടെയാണ്. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിനകത്ത് ഇൻഫ്ലേഷൻ റേറ്റ് കൺസിഡർ ചെയ്യാറുണ്ട്, നിലവിലെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൺസിഡർ ചെയ്യാറുണ്ട്, ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫ്യൂച്ചറിൽ എക്സ്പാൻഡ് ചെയ്യുന്ന, അതായത് ഫ്യൂച്ചറിൽ എത്രത്തോളം വേരിയേഷൻ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. പിന്നെ ലേബർ ഷോർട്ടേജസ് എല്ലാം അതിൻ്റെ ഫാക്ടേഴ്സാണ്. ലേബേഴ്സിന് വരുന്ന പേയ്മെന്റ് എല്ലാം അതിൻ്റെ ഫാക്ടേഴ്സാണ്. കാലാവസ്ഥ വ്യതിയാനം, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമുക്കൊരു പ്രൈസ് ഫിക്സ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു ബിൽഡറിനെ ചൂസ് ചെയ്യാണ്, അത് നവേര ആവാം, വേറെ ഏത് ബിൽഡറാവാം. ആ ബിൽഡറിനെ പറ്റി ഞാൻ അറിഞ്ഞിരിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് ചോദിക്കേണ്ട, ഇപ്പോൾ റെറ രജിസ്റ്റേർഡ് ആണോ, അതുപോലെ വാലിഡ് ആയിട്ടുള്ള ഒരു 4-5 കാര്യങ്ങൾ വെച്ചാൽ എന്തൊക്കെയായിരിക്കും അത്? ഒരു ബിൽഡർ ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട്, ഇപ്പോൾ പുതിയൊരു ബിൽഡറും കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിലുള്ള ബിൽഡേഴ്സും ആരായാലും ശരി, പുതിയ ബിൽഡറിനെ നമുക്ക് ചിലപ്പോൾ ആ ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. എന്നാലും കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ബിൽഡറെ സംബന്ധിച്ച് അദ്ദേഹം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പ്രൊജക്റ്റുകൾ, റീസെൻ്റ്ലി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകൾ നമുക്ക് വിസിറ്റ് ചെയ്യാം. 2, എപ്പോഴും ആളുകൾ റെറ അപ്രൂവ്ഡ് പ്രൊജക്റ്റ് ആണ്, ബാങ്ക് ലോൺ ഉള്ള പ്രൊജക്റ്റ് ആണെന്ന് മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ആ പർട്ടിക്കുലർ ബിൽഡർ അല്ലെങ്കിൽ പർട്ടിക്കുലർ പ്രൊജക്റ്റ് എത്രത്തോളം ലയബിലിറ്റിയിലാണ് നിൽക്കുന്നതെന്നുള്ളത് നമ്മളത് അന്വേഷിക്കണം. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മളൊരു ഇൻവെസ്റ്റ് ചെയ്യുന്ന പോയിന്റിൽ വലിയൊരു ലയബിലിറ്റിയിൽ ഉള്ളൊരു പ്രോപ്പർട്ടിയിലാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആദ്യം നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. പിന്നെ മൂന്നാമതായിട്ട് ആ കൊടുക്കുന്ന പ്രൊഡക്റ്റുകൾ എത്രത്തോളം മാർക്കറ്റിൽ അപ്ഡേറ്റഡ് ആണെന്നുള്ളത് അന്വേഷിക്കണം. കാരണം നിങ്ങൾ ഇന്ന് വാങ്ങുന്നൊരു വീട് അല്ലെങ്കിൽ ഇന്ന് അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരിക്കുന്ന ഒരു വീട് കംപ്ലീറ്റ് ആവുന്ന 3 വർഷം കഴിഞ്ഞിട്ടാണ്. ഇല്ല സാർ, നേരത്തെ പറഞ്ഞ ഈ ലയബിലിറ്റി ഇല്ലേ, അത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും മിക്കപ്പോഴും നമ്മൾ ഒരു 90% ആൾക്കാരും ബാങ്ക് ലോണാണ് പ്രിഫർ ചെയ്യാറുള്ളത്. അപ്പോൾ ഒരു ബാങ്ക് ലോണിന് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാങ്കുമായിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ലയബിലിറ്റി ഉള്ള പ്രോപ്പർട്ടി ആണോ അല്ലെങ്കിൽ നിലവിൽ പ്രൊജക്ട് ലോണുള്ള പ്രോപ്പർട്ടി ആണോ നമ്മൾ വാങ്ങുന്നത് നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ കൊച്ചി കാലിക്കറ്റ് ബൈപ്പാസിലൊക്കെ പാസ് ചെയ്യുന്ന സമയത്ത് പല സ്ഥലത്തും ഇങ്ങനെ ഒരു പകുതി പണിഞ്ഞ് തന്നെ നിർത്തി വെച്ചിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സോ അപ്പാർട്ട്മെന്റ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ ഈ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് അവർ നിർത്തി വെച്ചതായിക്കൂടെ? അത് തന്നെ ആവണം എന്നില്ല, മറ്റെന്തെങ്കിലും ലിറ്റിഗേഷൻസ് വരുന്ന സമയത്തും ഇതിനെ ബാധിക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ റീസൺ കൊണ്ടാണോ എന്ന് അറിയില്ല. പിന്നെ അതൊരു ഫാക്ടറാണ്. ഇപ്പോൾ
ഒരു ലയബിലിറ്റിയിൽ നമ്മൾ ഇനിഷ്യലി സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ വേണ്ടുന്ന രീതിയിൽ ആ ലയബിലിറ്റി നിലനിൽക്കുന്ന സമയത്ത് വേണ്ടുന്ന രീതിയിൽ നമുക്ക് സെയിൽ നടക്കാതെ വരുന്നൊരു സിറ്റുവേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ലയബിലിറ്റി കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സൈഡിൽ നമുക്ക് സെയിൽ നടക്കുന്നില്ല എങ്കിൽ ഒരു സൈഡിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നാളെ നമുക്ക് പ്രൈസ് കുറയ്ക്കാൻ പറ്റില്ല, നമുക്ക് പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസിലേക്ക് നമുക്ക് കൊടുക്കാനും പറ്റില്ല. നമുക്ക് പുതിയൊരു കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്ക് അവരെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ഇത് ഫ്യൂച്ചറിൽ നമ്മളെ നെഗറ്റീവായിട്ട് ബാധിച്ചേക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എടുക്കാൻ പോകുന്ന പ്രോപ്പർട്ടി, ഇപ്പോൾ അത് എവിടെ നിന്നായാലും ശരി, നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടി, ഇപ്പോൾ ലയബിലിറ്റി ഇല്ലാത്ത ഒരു പ്രൊജക്റ്റുകളും ചിലപ്പോൾ ഉണ്ടാവണം എന്നില്ല. എല്ലാ ആളുകളും ഒരു സർട്ടൻ പോയിന്റിൽ അല്ലെങ്കിൽ സർട്ടൻ പെർസെൻറ്റേജ് ലയബിലിറ്റി എടുത്തിട്ട് തന്നെ ആയിരിക്കും കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മിനിമം റേഷ്യോ ഉണ്ട്. ഒരു കമ്പനിയെ സംബന്ധിച്ച് നമുക്ക് ആ ലയബിലിറ്റി വെസസ് ഇക്വിറ്റി എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അന്വേഷിക്കുക എന്ന് പറയുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. ഇപ്പോൾ ലയബിലിറ്റി കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി. ഇപ്പോൾ നമ്മളിപ്പോൾ 2025 നമ്മളൊരു അണ്ടർ കൺസ്ട്രക്ഷനിലിരിക്കുന്ന ഒരു പ്രൊജക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുകയാണ്. നമുക്ക് ഈ പ്രൊജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാനിരിക്കുന്നത് ചിലപ്പോൾ 2028 നമുക്ക് ചിലപ്പോൾ ഈ പ്രൊജക്റ്റ് ഹാൻഡ് ഓവർ ചെയ്യാനിരിക്കുന്നത്. ഇന്ന് മാർക്കറ്റിലെ ട്രെൻഡ് മനസ്സിലാക്കിയിട്ടാണോ നമ്മൾ ആ പ്രൊജക്റ്റിലേക്കുള്ള സ്പെസിഫിക്കേഷൻസ് ചൂസ് ചെയ്യുന്നതെന്നുള്ള ആദ്യം മനസ്സിലാക്കുക. അതിലേക്കുള്ള സാനിറ്ററി ഐറ്റംസ്, അതിലേക്കുള്ള ടൈലിൻ്റെ സൈസ്, അതിലേക്കുള്ള പെയിൻറ്റ് ഉപയോഗിക്കുന്നത്. അതേസമയം ഇന്നേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 3 years കഴിയുമ്പോൾ ഓൾറെഡി അത് മാർക്കറ്റിൽ ഔട്ട്ഡേറ്റഡ് ആണ്. നിങ്ങളത് ഒരാൾക്ക് റീസെയിൽ ചെയ്യാൻ വരുന്ന സമയത്ത് അത് റീസെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ കുറയും. ഇപ്പോൾ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അവരൊന്ന് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 6 years ബാക്കിലുള്ള കുറേ മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, വേണ്ടെന്ന് പറയും. അപ്പോൾ ട്രെൻഡ് എന്താണെന്നും കൂടെ മനസ്സിലാക്കിയിട്ട് വേണം എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട്. സാർ, നമ്മളൊരു നോർമലി ഒരു കാർ വാങ്ങുന്ന പോലെ, ഒരു ഫോൺ വാങ്ങുന്ന പോലും, അല്ലെങ്കിൽ ഒരു ഡ്രസ്സ് വാങ്ങുന്ന പോലെ അല്ല ശരിക്കും റിയൽ എസ്റ്റേറ്റിലേക്ക് ഇറങ്ങുമ്പോൾ. കാരണം അതിനൊക്കെ ഒരു ഫിക്സഡ് പ്രൈസ് ഉണ്ടാവും, നമുക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഉണ്ടാവും. പക്ഷേ എപ്പോഴും റിയൽ എസ്റ്റേറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അതിനൊരു ഫിക്സഡ് പ്രൈസ് കാണാറില്ല. പലപ്പോഴും നമ്മൾ ബ്രോക്കേഴ്സ് പറയുന്ന അതും നമുക്ക് താങ്ങാനാവാവുന്നതിലും അപ്പുറത്തുള്ള പ്രൈസ് ആയിരിക്കും ചിലരും പറയാറുള്ളത്. കാരണം അവരുടെ കമ്മീഷനും കാര്യങ്ങളും. ഇപ്പം ഇതുപോലെ തന്നെ ഈ പ്രൊജക്റ്റിലേക്ക് പറയുന്ന സമയത്തും എപ്പോഴും ബിൽഡേഴ്സ് പറയുന്ന പ്രൈസാണ് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫൈനൽ പ്രൈസ്. ശരിക്കും ഇതിനൊരു മാനദണ്ഡം ഉണ്ടോ? അതുപോലെ ഇതിനൊരു സ്റ്റാൻഡേർഡൈസേഷൻ ഇപ്പോഴത്തെ കാലത്ത് ഉണ്ടോ എന്നുള്ളതാണ്. റിയൽ എസ്റ്റേറ്റിൽ അങ്ങനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ല. കാരണം ഇതൊരു ക്രിയേറ്റിവിറ്റിയാണ്. നമ്മളിപ്പോൾ ഒരു ക്യാൻവാസിൽ പടം വരയ്ക്കുന്നത് പോലെ തന്നെയാണ്. അതായത് ഓരോ വ്യക്തികൾ അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച്, അവരുടെ ക്വാളിറ്റിക്ക് അനുസരിച്ച്, അക്സെപ്റ്റൻസിന് അനുസരിച്ചിട്ടും ഒക്കെയാണ് ഒരു പ്രൊജക്റ്റ് കൺസ്ട്രക്ട് ചെയ്യാറുള്ളത്. നമ്മൾ കൊടുക്കുന്ന മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി, നമ്മൾ അതായത് ഒരു പ്രൊജക്റ്റിൻ്റെ ഫ്രണ്ട് എൻഡിൽ അല്ലാതെ ബാക്ക് എൻഡിൽ നിൽക്കുന്ന കുറേ ആളുകളുണ്ട്. അതായത് ആ പ്രൊജക്റ്റ് ഡിസൈൻ ചെയ്തിട്ടുള്ള വ്യക്തി, ആ പ്രൊജക്റ്റിൻ്റെ സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുന്ന വ്യക്തി, അദ്ദേഹത്തിനുള്ള പേയ്മെൻറ്റുകൾ, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് ശരിക്കും ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നിലവിലെ ലൊക്കേഷൻസ് കൺസിഡർ ചെയ്യേണ്ട ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഒരേ ലൊക്കേഷനിൽ 2 പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ 2 പ്രൊജക്റ്റും രണ്ടായിട്ടാണ് വിലയിടുന്നത്. ഇപ്പോൾ ഒരു വ്യക്തി വർഷങ്ങൾക്ക് മുൻപ് വാങ്ങിയിട്ടുള്ള ലാൻഡിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്, ഒരു വ്യക്തി റീസെൻ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്ന ലാൻഡിലായിരിക്കും കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് വിലയിലേക്ക് മാറും. 2 മെറ്റീരിയൽ ആയിരിക്കും. അതെ, മെറ്റീരിയലിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇതൊരു മെഷീനിൽ നിന്നുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് പോലെ അല്ല. ഇപ്പം മെഷീനിൽ നിന്ന് നമ്മൾ 2 വാഹനങ്ങൾ വാങ്ങുന്നിരിക്കട്ടെ, ആ വാഹനത്തിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഒരു മെഷീനിലൂടെ സ്റ്റാൻഡർഡൈസ് ചെയ്ത് ഒരേപോലെ ആയിരിക്കും ഇറങ്ങി വരുന്നുണ്ടാവുക. ഇപ്പോൾ ഒരു വാഹനം വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ മറ്റൊരു എഞ്ചിൻ്റെ സ്പെസിഫിക്കേഷൻ തമ്മിൽ സെയിം ആയിരിക്കും. പക്ഷേ 2 ബിൽഡർ 2 വീടുകൾ 2 അപ്പാർട്ട്മെൻറ്റുകളാണ് കൺസ്ട്രക്ട് ചെയ്യുന്നതെങ്കിൽ രണ്ടാണ്. കാരണം അവിടെ ഉപയോഗിക്കുന്ന എഞ്ചിനീയർ ഡിഫറൻ്റ് ആണ്, അവിടെ വരുന്ന മെറ്റീരിയൽസ് ഡിഫറൻ്റ് ആയിരിക്കും, അവിടെ വരുന്ന ലാൻഡിൻ്റെ വ്യൂ വ്യത്യാസം ഉണ്ടാവും. നിങ്ങളൊരു 5th ഫ്ലോറിൽ നിന്ന് തൊട്ടടുത്ത അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോക്കുന്നതും നിങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് നോക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അങ്ങനെ ഇതിനെല്ലാം കൺസിഡർ ചെയ്തിട്ടാണ് നമുക്കൊരു റേറ്റ് ഫിക്സ് ചെയ്യാൻ പറ്റുക. പിന്നെ കസ്റ്റമറുടെ ഒരു ക്വാളിറ്റി, അതായത് കസ്റ്റമറിനെ ഇതിനെ രണ്ടിനെയും സ്പെസിഫൈ ചെയ്ത് വാല്യൂ ഫോർ മണി ഏതാണെന്നുള്ളത് ഡിസൈഡ് ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമർ ആദ്യം ചെയ്യേണ്ടത്. കേരളത്തിൽ ഇപ്പോൾ ശരിക്കും 2030 ഇൻഡസ്ട്രിയൽ വിഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ഹൈവേസ് ഒക്കെ പൊതുവായിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഒരു റിയൽ എസ്റ്റേറ്റ് ബൂമിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് തോന്നിയിട്ടുണ്ടോ? 2030 പ്ലാനിൽ ഒരുപാട് ഫാക്ടേഴ്സ് വരുന്നുണ്ട്. ഇപ്പോൾ കേരളം മറ്റൊരു സ്ഥലവുമായിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇപ്പം സിംഗപ്പൂർ പോലൊരു രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ് ശരിക്കും പോർട്ടിനെ ബേസ് ചെയ്തിട്ടാണ്. നമുക്കിപ്പോൾ ഇപ്പോഴത്തെ ഒരു സിനാരിയോയിൽ ഇപ്പോൾ കറണ്ട് സർക്കംസ്റ്റാൻസിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് 5 yearsലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു സ്ഥലമാണോ റിയൽ എസ്റ്റേറ്റ്, പ്രത്യേകിച്ച് കേരളം എന്നുള്ളത് നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്കിപ്പോൾ വിഴിഞ്ഞം പോർട്ട് ഒരു വലിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. വിഴിഞ്ഞം പോർട്ട് വന്നതിന് ശേഷമാണ് നമ്മുടെ ഈ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് കണക്ടിവിറ്റി, അതായത് ഓൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച റോഡുകൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് പോകാൻ പറ്റുന്നത്. 2, ഇപ്പോൾ ഗവൺമെൻറ് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ കോറിഡോർ.
പാലക്കാട് ബേസ് ചെയ്തിട്ട് ഇൻഡസ്ട്രിയൽ കോറിഡോർസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഈ ഒരു കണക്ടിവിറ്റി. അപ്പോൾ എന്താണ് നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോർ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇവിടെ പ്രൊഡക്ഷൻസ് ഉണ്ടാവും. നമുക്ക് വിഴിഞ്ഞം പോലൊരു പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ എന്തെങ്കിലും പ്രൊഡക്റ്റുകൾ ഈ കേരളത്തിൽ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറ്റ് കൺട്രീസിലേക്ക് നമുക്ക് ഈസിലി എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. റീസെൻ്റ്ലി പിന്നെ അതായത് റീസെൻ്റ്ലി ഇന്ത്യയും UK തമ്മിലൊരു ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട്. മറ്റ് കൺട്രീസുമായിട്ട് നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന എന്ത് പ്രൊഡക്റ്റിനെയും നമുക്ക് മറ്റൊരു കൺട്രീസിലേക്ക് നമുക്ക് സർട്ടൺ റേറ്റ്, നേരത്തെ ഉണ്ടായിരുന്ന ഒരു താരിഫെല്ലാം നമുക്ക് കുറച്ചുകൊണ്ട് നമുക്ക് അതെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ കേരളത്തിനൊരു സ്വഭാവം, നമുക്കൊരു 1000 years ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കേരളം ഒരു ട്രേഡിങ് സ്റ്റേറ്റ് ആയിരുന്നു. നമ്മുടെ എല്ലാ മേഖലകളും, പ്രത്യേകിച്ച് ഇപ്പോൾ അതെ സ്പൈസസ് അടക്കമുള്ള കാര്യങ്ങൾ മറ്റ് സ്ഥലങ്ങളിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ്. വീണ്ടും ആ ട്രേഡ് തിരിച്ചു വരികയാണ്. ആ ഒരു സെയിം സ്വഭാവം നമുക്ക് വീണ്ടും തിരിച്ച് കിട്ടാൻ വേണ്ടി പോവാണ്. പക്ഷേ അതിന് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മൾ കുറച്ചുകൂടി ഇൻഡസ്ട്രീസിനെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ പിന്നെ ബിസിനസ്സിലേക്ക്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇത്തരം ബിസിനസ്സിന് കുറച്ചുകൂടെ അഡ്വാൻറ്റേജ് കിട്ടുന്ന മേഖലകളിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും കൂടെ നമ്മൾ തയ്യാറാവണം. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ഇതിന് മുൻപ് ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഒരാൾക്ക് ട്രിവാൻഡ്രത്തേക്ക് മുൻകാലങ്ങളിൽ ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഹെക്റ്റിക്കാണ്. കാരണം ഈ ട്രാഫിക് ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് അവിടെ വരെ എത്തുക എന്ന് പറയുന്നത്. വൺസ് ഈ റോഡൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നമുക്കൊരു ബിസിനസ് ഇപ്പോൾ തൃശ്ശൂർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൊച്ചിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ പാലക്കാട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലോ വലിയ ഡിഫറൻസ് ഒന്നും ഇനി നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നില്ല. കാരണം നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് നമുക്ക് തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ പോകുമ്പോൾ നമുക്ക് തന്നെ അറിയാം 300-400 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തുകൊണ്ട് 1.5 മണിക്കൂർ 2 മണിക്കൂർ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. വേറെ ഇന്ന് ഇപ്പം ഞാൻ തൃശ്ശൂർ ടു കാലിക്കട്ട് ഞാൻ ട്രാവൽ ചെയ്യണം, ഇന്നത്തെ കണ്ടീഷനിൽ ഞാൻ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ഏതാണ്ട് 90 കിലോമീറ്റേഴ്സ് ഞാൻ ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ കൂടുതൽ ഞാൻ ട്രാവലിംഗ് ടൈം എടുക്കുന്നുണ്ട്. വൺസ് ഈ റോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ സമയമാണ് നമുക്ക് ലാഭം വരിക. സമയം വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഫസ്റ്റ് ലെവൽ ഇപ്പോൾ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഓൾമോസ്റ്റ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വലിയ കണക്ടിവിറ്റിയാണ്. 2, ഗ്ലോബൽ ലോജിസ്റ്റിക് സപ്ലൈ ചെയിൻ്റെ ഭാഗമായിട്ടാണ് ഇനിയും കേരളം അറിയപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ കൂടാൻ പോകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 3, റിയൽ എസ്റ്റേറ്റ് തീർച്ചയായിട്ടും ഈ കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് റിയൽ എസ്റ്റേറ്റ് ഗ്രോ ആവും. പക്ഷേ എവിടെ? ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല റിയൽ എസ്റ്റേറ്റ് പ്രൊജക്റ്റുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഹൈവേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആയിരിക്കും ഇനിയും കൂടുതലായിട്ട് വരാൻ പോകുന്നത്. അത് നമുക്ക് ഈ കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് 15 വർഷം കൊണ്ട് കൊച്ചിക്ക് വന്നിട്ടുള്ള മാറ്റം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. കാലിക്കറ്റിന് വന്നിട്ടുള്ള മാറ്റം നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. കൂടുതലും സ്ഥാപനങ്ങൾ ഇപ്പം നമ്മൾ ഈ നിൽക്കുന്നത് തന്നെ ഹൈവേയുടെ പാർട്ടായിട്ടാണ്, ഹൈവേയുടെ ക്ലോസ് ആയിട്ടാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ തൃശ്ശൂരിലും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന തൃശ്ശൂരിലും വരുന്ന ഡെവലപ്മെൻറ്റുകൾ ഇനി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഹൈവേയുടെ വളരെ അടുത്തായിട്ടായിരിക്കും. ഹൈവേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റുകളായിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ 2030 എന്ന് പറയുന്നത് വലിയൊരു ടാർഗറ്റാണ്. ഈ ടാർഗറ്റിനകത്ത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും എല്ലാ ഇൻഡസ്ട്രിക്കും ഗുണം ചെയ്യുന്ന ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ഇപ്പോഴേ പ്രിപ്പയർഡ് ആവുക. സോ ഒരു ഇൻഡസ്ട്രി നോളജ് ഉള്ള ആളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് വരുന്ന ഒരു ഫ്യൂച്ചറിൽ ഇന്ത്യയിൽ എന്തൊക്കെ ട്രെൻഡ്സ് ആണ് ഈ ഒരു റിയൽ എസ്റ്റേറ്റ് സെക്ടറിൽ ഉണ്ടാവാൻ പോകുന്നതെന്ന് ചോദിച്ചാൽ അതിൽ എന്തൊക്കെ പറയാൻ പറ്റുക? റിയൽ എസ്റ്റേറ്റിൻ്റെ സ്വഭാവം, അതായത് റിയൽ എസ്റ്റേറ്റിൻ്റെ ട്രെൻഡ് ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് മാറിക്കഴിഞ്ഞു. മുൻപുണ്ടായിരുന്നത് കുറച്ചുകൂടെ കോമ്പാക്ട് സൈസ് അപ്പാർട്ട്മെന്റ്സ് ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ അപ്പാർട്ട്മെന്റ്സിന്റെ സൈസ് മാറിയിട്ടുണ്ട്. കുറച്ചുകൂടെ ബിഗർ അപ്പാർട്ട്മെന്റ്സിലേക്ക് മാറി. നമുക്കൊരു 5 years ബാക്കിൽ നമുക്ക് സെല് ചെയ്തുകൊണ്ടിരുന്ന പ്രൊജക്റ്റുകൾക്കൊക്കെ ഒരു സൈസ് ഒരു 1000 സ്ക്വയർ ഫീറ്റ് 1100 സ്ക്വയർ ഫീറ്റിന്റെ താഴെയുള്ള അപ്പാർട്ട്മെന്റുകളായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് കുറച്ചും കൂടെ വലിയ അപ്പാർട്ട്മെന്റുകളിലേക്ക് വന്നു. എനിക്ക് തോന്നുന്നു ഇനിയും വരാൻ പോകുന്നത് കുറച്ചും കൂടെ സ്പേഷ്യസ് ആയിട്ടുള്ളതും കുറച്ചുകൂടെ വെന്റിലേഷൻസിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടും എൻവയോൺമെന്റിൽ, അതായത് ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കൺസ്യൂം ചെയ്യുന്ന ഓരോ വ്യക്തികൾ, ഇപ്പോൾ ഒരു വീട് വാങ്ങി താമസിക്കുന്ന ഓരോ വ്യക്തികൾക്കും കൃത്യമായ നോളജ് ഉണ്ട്. നമുക്ക് നേച്ചറിന് വേണ്ടി എന്ത് ചെയ്യണം എന്നുള്ള നോളജ് ഉണ്ട്. ഈ ഒരു പരിഗണന വെച്ചുകൊണ്ടായിരിക്കും മിക്ക പ്രൊജക്റ്റുകളും ഇനി വരാൻ പോകുന്നത്. ഇനി വരുന്ന ട്രെൻഡിൽ ഒരു 1 ഏക്കർ ലാൻഡ് ഉണ്ടെങ്കിൽ അതിലൊരു 30% മിക്കവാറും ബിൽഡിങ്ങുകൾ ഉണ്ടാവുള്ളൂ. ഇനി മുതൽ അങ്ങനെ ആയിരിക്കും ഡിസൈൻസ്. ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ആൾക്കാർ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. ഇപ്പോൾ ഞങ്ങളുടെ പ്രൊജക്റ്റുകൾ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. ഫസ്റ്റ് പ്രൊജക്റ്റ് മുതൽ 30% പിന്നെ മാത്രം കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി 70% നമുക്ക് ഓപ്പൺ ഏരിയ ആയിട്ടോ അല്ലെങ്കിൽ മറ്റ് യൂസേജസിനോ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രെൻഡിലേക്ക് പതിയെ മാറി തുടങ്ങി. പിന്നെ വാഹനങ്ങൾ, നമ്മുടെ വീട് പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ വാഹനങ്ങൾ. അപ്പോൾ വാഹനങ്ങൾക്കുള്ള പരിഗണന വളരെ കൂടിയിട്ടുണ്ട്. അപ്പോൾ
കാർ പാർക്കിങ്ങിൻ്റെ സൈസ്, മുൻകാലങ്ങളിലുണ്ടായിരുന്ന കാർ പാർക്കിങ്ങിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാർ പാർക്കിങ്ങിന് ഒരു വീട് പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിങ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ EV പോലുള്ളത് വലിയൊരു മാറ്റമാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ചാർജിങ് സ്റ്റേഷൻസ് ഇപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ തന്നെ നമുക്ക് അതിനുള്ള ഫെസിലിറ്റീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലാണ് ഇപ്പം നിലവിൽ നിൽക്കുന്നത്. നെക്സ്റ്റ് ഒരു 10 years കൊണ്ട് ഇത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആവും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ പല ലൊക്കേഷൻസിലും ഈവൻ ഈ EV ഇൻഫ്രാസ്ട്രക്ചേഴ്സാണ് ഇപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഈ മൊബിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുകളായിരിക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് തന്നെ അറിയാം ഇപ്പോഴത്തെ സോളാറിൻ്റെ യൂസേജ്, നമ്മളിപ്പോൾ കൂടുതലും സോളാറിൻ്റെ യൂസേജിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓട്ടോമേഷൻസ്, വീട് ഓട്ടോമേറ്റ് ചെയ്യുന്ന 100% ഓട്ടോമേഷനിലേക്ക് മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് അടുത്തൊരു 10 വർഷത്തിനുള്ളിൽ വേരിയേഷൻസ് വരാൻ പോവുകയാണ്. ഈ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ബ്രാൻഡ് ബിൽഡ് ചെയ്തെടുത്ത ആളെന്ന നിലയിൽ ഒരാൾക്കിപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അവരെവിടെ നിന്ന് തുടങ്ങണം? ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഒരു ഗൈഡ് പോലെ പറയാൻ പറ്റുമോ? ഒരു ബിൽഡേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണോ അതോ ബിൽഡർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാര്യം ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ഒരു ബിൽഡറായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കുറേ കാര്യങ്ങളുണ്ട്. അതിനകത്തൊരു വെറുതെ നമ്മളൊരു കൺസ്ട്രക്ഷൻ ചെയ്യാൻ ആയിട്ടുള്ള നോളജ് കൊണ്ട് മാത്രം നമുക്കൊരു ബിൽഡർ ആവാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരുപാട് ഫാക്ടേഴ്സിനെ നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. നമുക്ക് എൻവയോൺമെൻറ്റ് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ലീഗൽ ഇഷ്യൂസ്, ലിറ്റിഗേഷൻസിന് എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലൈമറ്റിക് കണ്ടീഷൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫൈനാൻസ്, അതൊരു മണി മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അപ്പോൾ അങ്ങനെ ഒരു ഡിഫറെൻറ്റ് കാര്യങ്ങൾ നമ്മളിതിലേക്ക് നമ്മൾ ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരാളൊരു ഇമ്മീഡിയറ്റ്ലി വന്ന് പെട്ടെന്നൊരു ബിൽഡർ ആവാന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് സാധിക്കുന്ന കാര്യമല്ല. അതിന് കുറേ സ്റ്റഡി ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങളിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് പ്രധാനമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് ഈ ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ്, ഇന്നത്തെ കാലത്ത് ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഇൻഡസ്ട്രി നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ കുറച്ചുകൂടെ പ്രൊഫഷണലായിട്ട് നമുക്ക് റിയൽറ്റേഴ്സ് ആവാൻ ഒരു ബെസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. റിയൽറ്റേഴ്സ് ഒരു ബെസ്റ്റ് ഓപ്ഷനാണ്. ഈ റിയൽറ്റേഴ്സ് എന്ന് പറയുന്ന പോയിന്റ് മുൻകാലങ്ങളിൽ നമുക്ക് ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നത് ബ്രോക്കർ എന്ന് പറയുന്നത് ആക്ച്വലി ഇന്നത്തെ കാലത്ത് ബ്രോക്കേഴ്സ് അല്ല, ദേ ആർ വെരി പ്രൊഫഷണൽസ്. ദേ ആർ ആക്ച്വലി റിയൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ലൈസൻസ് എടുത്ത്, ററ പോലുള്ള ലൈസൻസ് എടുത്ത് വളരെ റെസ്പോൺസിബിൾ ആയിട്ട് ഇൻഡസ്ട്രി, വളരെ സീരിയസ് ആയിട്ട് ഇൻഡസ്ട്രിയെ കാണുന്ന ആൾക്കാരാണ്. അത് തന്നെയല്ല, ഇതിൽ പല ആളുകളും വളരെ നന്നായിട്ട് ഏൺ ചെയ്യുന്ന ആളുകളും കൂടിയാണ്. ഈവൻ പല ആളുകളും ഒരു ബിൽഡറിനേക്കാളും പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെ ഒരു മേഖലയിൽ വളരെ വലിയൊരു സാധ്യത നിലവിലുണ്ട്. മറ്റ് കൺട്രീസിൽ, പ്രത്യേകിച്ച് ഇന്ത്യക്ക് പുറത്തുള്ള ഏതൊരു കൺട്രീസിലും റിയൽട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ജോബാണ്. അവർക്ക് ലൈസൻസ് ഉണ്ടാവും. നമ്മൾ ഈ പല ഫിലിംസിലും ഒക്കെ കാണാറുണ്ട്. ഇത് റിയൽ എസ്റ്റേറ്റിൻ്റെ ലൈസൻസ് എടുക്കുന്ന പ്രോസസ്സ് തന്നെ ഒരു വലിയൊരു പ്രോസസ്സാണ്. അപ്പോൾ ഇതെടുത്ത് അത് വളരെ പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ആളുകൾ ഇന്ന് നിലവിൽ നമ്മുടെ കേരളത്തിലുണ്ട്. അതൊരു ബെസ്റ്റ് കരിയർ ഓപ്ഷനാണ് ഒരാളെ സംബന്ധിച്ച്. സ്വന്തമായിട്ട് ബിസിനസ് റൺ ചെയ്യണം, എന്നാൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ഓപ്ഷനാണ് റിയൽട്ടർ ആവുക എന്ന് പറയുന്നത്. ഓക്കെ, ഈ റിയൽട്ടർ ആവാൻ ഈ റെറ രജിസ്ട്രേഷൻ മാത്രം മതിയോ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സർട്ടിഫിക്കേഷനോ കാര്യങ്ങളോ എന്തെങ്കിലും? നിലവിൽ വേറെ ഒന്നും തന്നെയില്ല. ഒരു റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഇതിലേക്ക് നമ്മളുടെ സർട്ടിഫിക്കേഷൻസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക, നമ്മൾ ആ സർട്ടിഫിക്കറ്റ് എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു റിയൽട്ടർ ആവാൻ പറ്റും. പക്ഷേ ഒരു റിയൽട്ടർ ആവുന്ന സമയത്തും ഉണ്ടാകുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, പലപ്പോഴും പല ബിൽഡേഴ്സിൻ്റെയും കോൺടാക്ട്സിൽ ഇപ്പോൾ ഒരു ലാൻഡ് കൊണ്ട് കാണിക്കുക അല്ലെങ്കിൽ ഒരു വീട് കൊണ്ട് കാണിക്കുകയും ചെയ്യുന്ന പോലെ അല്ല. ഒരു അപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്ത് നമ്മൾ സെല് ചെയ്യുമ്പോൾ ഓൾറെഡി അപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു ടീമിനും ഒരു ബിൽഡറിനും ഒരു സ്വന്തമായിട്ടൊരു ടീം ഉണ്ടാവും. അതിനെ കോമ്പീറ്റ് ചെയ്തിട്ട് വേണം ഒരു റിയൽട്ടർ നിൽക്കാൻ. അപ്പോൾ ഓപ്ഷൻസ് ആർ ദെയർ. ഇപ്പോൾ കൂടുതലും റിയൽറ്റേഴ്സ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത് കംപ്ലീഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയി നിൽക്കുന്ന പ്രൊജക്റ്റുകളിൽ ഉള്ള പ്രൊജക്റ്റുകളാണ്. ഇപ്പോൾ പല കസ്റ്റമേഴ്സും വാങ്ങിയിട്ടിട്ട് അവർക്ക് റീസെൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. പലരും NRIs ആയിരിക്കും. അവരെ സംബന്ധിച്ച് ഒരു ബയറെ ഫൈൻഡ് ഔട്ട് ചെയ്യാനോ അതിനുള്ള ടൈമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത്രയും നോളജ് ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. അതിൽ മികച്ചൊരു റിയൽട്ടറെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് അത് ഈസി ആയിട്ട് സെല് ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ റീസെയിൽ ഓപ്ഷൻസ് ആണ് ഇപ്പോൾ കൂടുതലും റിയൽറ്റേഴ്സ് ഫോക്കസ് ചെയ്യുന്നത്. റെസ്പോൺസിബിളായിട്ട് നമുക്ക് ഒരാളെ ഏൽപ്പിക്കാൻ പറ്റും. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോലെ ആരെങ്കിലും ഒരാൾ ചൂണ്ടിക്കാണിച്ചു, നമ്മൾ സെല്ല് ചെയ്തു, പിന്നീട് വരുന്ന ഇഷ്യൂസ് ഒന്നും അദ്ദേഹത്തിനെ ബാധിക്കുന്ന വിഷയങ്ങളല്ല. വേറെ ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നതെങ്കിൽ അവരായിരിക്കും A to Z കാര്യങ്ങൾ ചെയ്തു തരുന്നതും അതിൻ്റെ കംപ്ലീഷൻ ഈവൻ രജിസ്ട്രേഷൻ വരെയുള്ള കാര്യങ്ങൾ റിയൽറ്റേഴ്സ് ആയിരിക്കും അവർ ചെയ്തു തരുന്നത്. അപ്പോൾ അതൊരു ബെസ്റ്റ് കരിയർ ഓപ്ഷനാണ് ഈ ഒരു ഇൻഡസ്ട്രിയിൽ. ഓക്കെ സർ, നവേര തുടക്കകാലത്തിൽ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഇനി റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ വരാനിരിക്കുന്ന ആളുകൾ മുന്നേ കൂട്ടി കണ്ട് ഒഴിവാക്കാൻ പറ്റുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ? ആക്ച്വലി മിസ്റ്റേക്ക് എന്ന് ചോദിച്ചാൽ നമുക്ക്
ഒരു ലോങ് ടൈമിലേക്ക് സംഭവിക്കുന്നതിനെയാണ് നമുക്കൊരു മിസ്റ്റേക്കായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ഷോർട്ട് ടൈമിലേക്ക് കൺസിഡർ ചെയ്യുന്നത് ലേണിംഗ് ആണ്. ഓക്കെ. ഇപ്പോൾ ഇന്നൊരു ഡിസിഷൻ എടുത്തു, നമുക്ക് എപ്പോഴും വളരെ സ്പോണ്ടേനിയസ് ആയിരിക്കും നമ്മുടെ ഡിസിഷൻസ്. നമ്മൾ ആ ഡിസിഷൻ എടുത്തു, ആ ഡിസിഷൻ തെറ്റാണെന്ന് തോന്നിയാൽ നമുക്കത് തിരുത്താനുള്ള ഓപ്ഷൻസ് ഒരുപാടുണ്ട്. പക്ഷേ ഇത് തിരുത്താതെ വരുമ്പോഴാണ് ശരിക്കും അത് ലോങ് ടൈമിലേക്ക് അത് കമ്പനിയെ റോങ് ആയിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ എടുക്കുന്ന എവറി വീക്ക് ഞങ്ങളുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്, ഞങ്ങൾക്കൊരു ഫോർകാസ്റ്റ് പ്ലാൻ ഉണ്ട്, ഞങ്ങൾ അതിനെ കൃത്യമായി മോണിറ്റർ ചെയ്യാറുണ്ട്. ആ ഫോർകാസ്റ്റിനെ ബേസ് ചെയ്തിട്ട് നെക്സ്റ്റ് വീക്കുകളിൽ തന്നെ ഡിസിഷൻസ് ചേഞ്ച് ചെയ്യാറുണ്ട്. ഒരു ഡിസിഷൻ എടുത്ത് ഇതിൽ തന്നെ ഞങ്ങൾ സ്റ്റിക്ക് ഓൺ ചെയ്യുള്ളൂ എന്നുള്ളൊരു നിർബന്ധമില്ല. നമുക്ക് ആ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് ഫ്ലെക്സിബിൾ ആവുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. കറണ്ട് സിറ്റുവേഷന് നമുക്ക് ഫ്ലെക്സിബിൾ ആവുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എടുത്ത അല്ലെങ്കിൽ കഴിഞ്ഞ മാസം എടുത്തിട്ടുള്ള ഡിസിഷനിൽ ഈ ആഴ്ച നമുക്ക് കിട്ടുന്ന ഒരു റോങ് ആയിട്ടുള്ള റിസൾട്ട് ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒന്നുകൂടി ഒപ്റ്റിമൈസ് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങളത് ഇമീഡിയറ്റ്ലി ചേഞ്ച് ചെയ്യാറുണ്ട്. അല്ലാതെ അതിൽ തന്നെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാറില്ല. ഇനി എന്തൊക്കെയാണ് നവേരേന്റെ പുതിയ പ്രൊജക്ട്സ് ലോഞ്ച് ചെയ്യാൻ പോകുന്നതായിട്ടുള്ളത്? ഓക്കെ, ഇപ്പോൾ കറന്റ്ലി റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊജക്റ്റുകൾ, ഇപ്പോൾ നിലവിൽ 3 പ്രൊജക്റ്റുകൾ റണ്ണിങ്ങിലാണ്. എല്ലാം തൃശ്ശൂർ എല്ലാം തൃശ്ശൂർ ബേസ്ഡ് ആണ്. ഇനി എപ്പോഴാ കാലിക്കറ്റിലേക്കൊക്കെ എക്സ്പാൻഷന്റെ പ്ലാനിങ്ങിലാണ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി. കാരണം ഓരോ സ്റ്റെപ്സ് എടുത്ത് വെക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു 5 ഇയർ പ്ലാനിൽ ഞങ്ങളിപ്പോൾ ഓൾമോസ്റ്റ് എത്തി. ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് 5 ഇയേഴ്സിൽ എന്തായിരുന്നോ കമ്പനി പ്ലാൻ ചെയ്തിരുന്നത്, ആ സെയിം ഞങ്ങളുടെ ആ ഒരു ഒബ്ജക്റ്റീവ് മീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഞങ്ങൾക്ക് എത്തിച്ചേരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഇനി ഒരു പ്രൊജക്റ്റും കൂടി തൃശ്ശൂർ ലോഞ്ച് ചെയ്യാൻ നിൽക്കുന്നു. അത് ഈ ഒരു വർഷം തന്നെ ഒരു പുതിയ പ്രൊജക്റ്റോടെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. പിന്നീടാണ് നെക്സ്റ്റ് ഒരു എക്സ്പാൻഷൻ സ്റ്റേജിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പം നിലവിലുള്ള പ്രൊജക്റ്റുകളെ വൃത്തിയായി കംപ്ലീറ്റ് ചെയ്യുകയും കൃത്യസമയത്ത് ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്യുന്നുള്ളതാണ് ഫസ്റ്റ് പ്രോസസ്സ്. സെക്കൻഡ് പ്രോസസ്സ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഡിസ്ട്രിക്റ്റിലേക്ക് പിന്നെ എക്സ്പാൻഷൻ്റെ പ്രോസസ്സിലാണ്. അപ്പോൾ അതും ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, നോക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു 5 ഇയേഴ്സിനുള്ളിൽ മറ്റ് ജില്ലകളിലേക്ക് കൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള പദ്ധതിയുണ്ട്. അതർ സ്റ്റേറ്റ് എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ടോ? റിയൽ എസ്റ്റേറ്റ് ശരിക്കും ഒരു പറഞ്ഞു വരുമ്പോൾ നമ്മൾ എത്ര പ്രൊഫഷണലായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് എ ലോക്കൽ ബിസിനസ്. അപ്പോൾ ഓരോ ലോക്കൽ ബിസിനസ് ഞാൻ ഉദ്ദേശിച്ചത് ഓരോ ലൊക്കേഷനെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ തൃശ്ശൂർ സെല് ചെയ്യുന്ന പോലെ, തൃശ്ശൂർ കൺസ്ട്രക്ട് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല കോഴിക്കോട് വന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇവിടെ ലാൻഡ് വ്യത്യാസം ഉണ്ടാവും, ഇവിടുത്തെ കൾച്ചർ വ്യത്യാസം ഉണ്ടാവും, ആൾക്കാരുടെ എക്സ്പെക്ടേഷൻസ് വ്യത്യാസം ഉണ്ടാവും. ഇപ്പം നമ്മൾ അത് വിട്ടിട്ട് നമ്മൾ മറ്റൊരു സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ശരിക്കും കുറേ കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാൻ തന്നെ ഉണ്ട്. കേരളം തന്നെ ഒരു വലിയ മാർക്കറ്റാണ് ഇപ്പം നിലവിൽ. അപ്പോൾ ആ മാർക്കറ്റ് തന്നെ ശരിക്കും പ്രോപ്പറായിട്ട് നമുക്ക് ഇതുവരെ ടാപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. മറ്റ് സ്റ്റേറ്റ്സിലേക്കൊക്കെ ഫ്യൂച്ചറിലേക്ക് നമ്മൾ മാറുന്ന സമയത്ത് നമുക്ക് ഇവിടുന്ന് ഒരുപാട് ലേണിംഗ് ലെസൺസുമായിട്ട് നമുക്ക് അടുത്തൊരു സ്റ്റേറ്റിലേക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം ബിഗ് ജയൻസ് ഇപ്പോൾ കേരളത്തിലെ പോലെ അല്ല ബിൽഡിംഗ് അപ്പാർട്ട്മെൻറ്റ് കൺസ്ട്രക്ഷൻ്റെ ഒക്കെ പ്രോസസ്സ് പോകുന്നത്. ഒരു 16 ഏക്കർ 20 ഏക്കർ സ്ഥലങ്ങളിലൊക്കെയാണ് അവിടെ പ്രൊജക്ടിൻ്റെ ഡെവലപ്മെൻറ്റ്സ് നടക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസമുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കമ്പനിക്ക് തൃശ്ശൂർ അല്ലെങ്കിൽ കേരളത്തിൽ വന്ന് പെട്ടെന്നൊരു റൺ ചെയ്യുന്നതിനെ കുറിച്ചും പ്ലാൻ ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് ലൊക്കേഷൻ വൈസ് ഉള്ള വ്യത്യാസമാണ്. നമ്മുടെ ഭാഷകൾ വ്യത്യാസമുണ്ട്, നമ്മുടെ കൾച്ചർ വ്യത്യാസമുണ്ട്, തോട്ട് പ്രോസസ്സ് വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് വീടെന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ അൾട്ടിമേറ്റ് എയിമാണ്, അൾട്ടിമേറ്റ് ഡ്രീമാണ്. അപ്പോൾ അതിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടുന്നത് ഒരു എന്താ പറയുന്നത് ടച്ച് ആൻഡ് ഫീൽ എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ട്. നമ്മൾ ഒരു സ്ഥലത്ത് ഒരു ലൊക്കേഷനിൽ നിന്ന് നമ്മൾ എന്താണെന്ന് ആദ്യം പ്രൂവ് ചെയ്തതിന് ശേഷം വേണം പതിയെ എക്സ്പാൻഡ് ചെയ്യാൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിൽ ഫ്യൂച്ചറിലേക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷേ ഇമ്മീഡിയറ്റ്ലി അങ്ങനെ ഒരു തോട്ട് പ്രോസസ്സിലേക്ക് പോയിട്ടില്ല. ഈ എക്സ്പാൻഷൻ പ്ലാനിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അതായത് ഒരു പുറമെ ഒരു തേർഡ് പാർട്ടിക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പ്രൊജക്റ്റിൽ നിന്നുള്ള, അല്ലെങ്കിൽ അപ്പോഴും ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു ബൂട്ട് സ്ട്രാപ്പ് രീതിയിൽ തന്നെ പോകാനുള്ള ബൂട്ട് സ്ട്രാപ്പ് ഓർഗനൈസേഷൻ ഒരു സർട്ടൺ പോയിന്റ് വരെ നമുക്ക് ചിലപ്പോൾ നിലനിർത്താൻ കഴിയുള്ളൂ. ഒരു നെക്സ്റ്റ് സ്കെയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് ചിലപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് ചിലപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടി വരും. കാരണം എപ്പോഴും നമുക്ക് തന്നെ നമ്മൾ തന്നെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ വീണ്ടും ഫീഡ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഒരു 100 crore ബിസിനസ് റൺ ചെയ്യുന്നതും 10,000 crore ബിസിനസ് റൺ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ഒരു ഇതിലേക്ക് നമുക്ക് നമ്മളോടൊപ്പം റെസ്പോൺസിബിലിറ്റി എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും കൂടെ വന്നെങ്കിൽ മാത്രമേ നെക്സ്റ്റ് ഒരു എക്സ്പാൻഷൻ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ കറണ്ട് സിനാരിയോയിൽ നമ്മൾ അങ്ങനെ ഒരു പ്രോസസ്സിൽ നമ്മൾ തിങ്ക് ചെയ്യുന്നില്ല. ഫ്യൂച്ചറിൽ ചിലപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് ഓർഗനൈസേഷനിൽ നിന്ന് മാറണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു 1500-2000 വീടുകൾ ഒരേ സമയത്ത് കൺസ്ട്രക്ട് ചെയ്യണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് തിങ്ക് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് ഒരു ഇൻവെസ്റ്റർ ചിലപ്പോൾ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തേക്കും. ഒരു 5 വർഷം കൊണ്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്തു. കേരളത്തിൽ തന്നെ ഇപ്പം അറിയപ്പെടുന്ന ഒരു ബിൽഡേഴ്സായിട്ട് മാറി നിങ്ങൾ ഈ സമയം കൊണ്ട് തന്നെ. അപ്പോൾ ഒരു ഫൗണ്ടർ എന്ന നിലയിൽ സാറിൻ്റെ ഒരു ഡെയിലി റൂട്ടീൻ എന്തൊക്കെയാണ്? ഡെയിലി റൂട്ടീൻ ഓർഗനൈസേഷൻ്റെ സംബന്ധിച്ചാണോ അത് പേഴ്സണലൈസ്ഡ്? ഡെയിലി ഒരു ദിവസം മോർണിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്
മെയിനായിട്ടുള്ളത് ആ ദിവസം നടക്കുന്ന പ്രോസസ്സുകൾ. ഇത് ഓൾറെഡി തലേദിവസം തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ളതായിരിക്കും, അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക് തന്നെ പ്ലാൻ ചെയ്തിട്ടുള്ള കുറേ വർക്കുകളായിരിക്കും. അത് മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. അത് ഓൾറെഡി ഒരു ടീമുണ്ട്, എന്നാൽ തന്നെ നമ്മൾ ഓവറായിട്ട് കൂടുതൽ അതിലേക്ക് ഫോക്കസ് ചെയ്യില്ല. നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ടാണോ നടക്കുന്നുള്ളതിലാണ് എടുക്കുന്നത്. ഒരു ദിവസത്തെ ഓർഗനൈസേഷനകത്ത് നമ്മളെടുക്കുന്ന ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് പ്രോബ്ലം സോൾവിങ് ആയിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും ചിലപ്പോൾ ഒരു ടീമിന് ചിലപ്പോൾ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് വരില്ല. അപ്പോൾ അത്തരം സിറ്റുവേഷൻസിൽ അതിനുള്ള പ്രോബ്ലം സോൾവിങ്ങിലേക്കായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഡെയിലി ഫോക്കസ് ചെയ്യുന്ന കമ്പനിയുടെ ഗ്രോത്തിനെ കുറിച്ചാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിലേക്ക് മാത്രം നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ സമയം ഉണ്ടാവുള്ളൂ. അതിന് മികച്ചൊരു ടീമിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ടീമിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളതിലേക്ക് ഇടപെടാറുള്ളൂ. പിന്നെ ഗ്രോത്ത് ഫോക്കസ് ചെയ്തിട്ടുള്ളത് കമ്പനിയുടെ ബ്രാൻഡിങ്ങിന് വേണ്ടി എന്താണ് ചെയ്യാൻ പറ്റുക, കമ്പനിയുടെ മാർക്കറ്റിംഗ് റിലേറ്റ് ചെയ്തിട്ട് എന്താണ് ചെയ്യാൻ പറ്റുക, പുതിയ പ്രൊജക്റ്റുകൾക്കുള്ള ലൊക്കേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. പിന്നെ അതുമായിട്ടുള്ള ഡിസ്കഷൻസ് ആയിരിക്കും ഒരു ദിവസം മിക്കപ്പോഴും പോകാറുള്ളത്. നേരത്തെ പറയണ്ടായി, നേരത്തെ ഒരു മെൻറ്റർഷിപ്പ് ഒന്നും എടുക്കുന്നില്ല, മെൻറ്റർഷിപ്പിൽ അധികം ബിലീവ് ചെയ്യുന്നില്ല എന്നൊക്കെ പറയണ്ടേ. സോ ഇനി ബുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും പോഡ്കാസ്റ്റുകൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്യാനുണ്ടോ? ഞാൻ ശരിക്കും സക്സസ് ആയിട്ടുള്ള ആളുകളുടെ അല്ല കൂടുതലും പോഡ്കാസ്റ്റുകൾ കാണാറുള്ളത്. ഞാൻ പോഡ്കാസ്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണാറുണ്ട്. സക്സസ്സിന് മുൻപ്, അതായത് ഫെയിലുവേഴ്സ് ഫേസ് ചെയ്തിട്ടുള്ള ആൾക്കാരെയാണ് ശരിക്കും ഞാൻ കാണാറുള്ളത്. കാരണം എന്ത് റീസൺ കൊണ്ടാണ് അവർക്ക് ഫെയിലുവർ സംഭവിച്ചതെന്നുള്ളതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. സക്സസ് രണ്ട് രീതിയിലുണ്ടാവാം. നമുക്ക് ചുറ്റിനുമുള്ള സിറ്റുവേഷൻസ് ചിലപ്പോൾ നമുക്ക് കുറച്ചുകൂടെ പോസിറ്റീവായിട്ട് വരുന്ന സമയത്ത് നമുക്ക് സക്സസ് ഉണ്ടാവാം. പക്ഷെ ഫെയിലുവേഴ്സ് ഉണ്ടാകുമ്പോൾ അതിനുള്ള റീസൺസ് കൃത്യമായിട്ട് സ്റ്റഡി ചെയ്യണം. ആ റീസൺസ് നമ്മളെ എങ്ങനെ എഫക്ട് ചെയ്യും, നമ്മളൊരു ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് എഫക്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ കൂടുതലും കാണുന്ന പോഡ്കാസ്റ്റുകളായാലും ശരി, സംസാരിക്കുന്ന വ്യക്തികളായാലും ശരി, ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ സംസാരിക്കുന്ന വ്യക്തികളായാലും ശരി, അവരിൽ നിന്നും എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, എവിടെയാണ് അവർക്ക് ഫെയിലുവേഴ്സ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഈ ഒരു ഇൻഡസ്ട്രി, റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ഒരുപാട് കഥകൾ കേട്ടിട്ടുള്ള ആൾക്കാരാണ്. പല ആളുകളും വളരെ സക്സസ്ഫുള്ളായിട്ട് നിന്നിരുന്ന സമയത്ത് തന്നെ പല ആളുകളും അവരുടെ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യേണ്ടി ഒരു നെഗറ്റീവ് പോയിന്റ് അല്ല ഞാൻ പറയുന്നത്, പോയിന്റിൽ നിർത്തി പോകേണ്ട ഒരു സിറ്റുവേഷൻസ് ഒരുപാട് പേരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്തായിരുന്നു റീസൺ, ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് ഞാൻ സ്റ്റഡി ചെയ്യാറുണ്ട്. മെൻറ്റർഷിപ്പ് മോശമാണെന്നല്ല, മെൻറ്റർഷിപ്പ് നല്ലത് തന്നെയാണ്. പല കാര്യങ്ങളും നമുക്ക് ഈസിലി അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചുകൂടെ ഗുണം ചെയ്യും. അപ്പോൾ ഞാനതിൽ വിശ്വസിക്കുന്നത്, ഞാൻ സെൽഫ് ലേണറാണ്. ഞാനിപ്പോൾ എൻ്റെ എഡ്യൂക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും ശരി, എഗെയിൻ ഞാൻ ഇപ്പോഴും പല കോഴ്സുകളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ സംബന്ധിച്ച് എനിക്ക് ഡെയിലി പഠനം, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരിൽ നിന്നുള്ള ലേണിങ്സ്, ഇത് രണ്ടും മാത്രമാണ് ഞാനിപ്പം നിലവിലെടുക്കാറുള്ളത്. ഇപ്പോൾ ഒരു ഡിഗ്രി കഴിഞ്ഞ് നിൽക്കുന്ന ഒരാൾ, അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിങ്ങോ പല മേഖലയിൽ പഠിച്ചിറങ്ങുന്ന ആൾക്കാരുണ്ട്. അവർക്ക് ഈ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ എന്തൊക്കെ ഓപ്പർച്യൂണിറ്റി ആണുള്ളത് കരിയർ വൈസ് ബിൽഡ് ചെയ്യാൻ? റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രിയിൽ ശരിക്കും റിയൽ എസ്റ്റേറ്റ് റെസിഡൻഷ്യൽ മാത്രമല്ല, കൊമേഴ്ഷ്യലുണ്ട്. നമ്മുടെ ഡെയിലി ലൈഫിൽ എല്ലായിടത്തും റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. ഒരു ഷോപ്പ് വാങ്ങാൻ, അല്ലെങ്കിൽ ഒരു ഷോപ്പ് നമ്മൾ റൺ ചെയ്യുന്നിടത്ത് പോലും നമുക്ക് റിയൽ എസ്റ്റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ പലരും തിരഞ്ഞെടുക്കാൻ, അതായത് ഇനിഷ്യൽ ടൈമിൽ നമ്മളൊരു ഡിഗ്രി കഴിയുമ്പോൾ എന്തെടുക്കണം, അല്ലെങ്കിൽ ഒരു +2 കഴിയുമ്പോൾ എന്തെടുക്കണം എന്ന് തിങ്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് ഒരുപാട് ഓപ്ഷൻസ് ഉള്ളൊരു മേഖലയാണ്. സിവിൽ എഞ്ചിനീയർ, അത് നമ്മൾ സ്ഥിരമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആർക്കിടെക്റ്റ്, കാരണം നമ്മുടെ നാട്ടിൽ 100 പേരിൽ 1000 പേരിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ വളരെ വിരലുണ്ടാവുന്ന ആൾക്കാർ മാത്രമേ ആർക്കിടെക്റ്റ് ആവാറുള്ളൂ. അതൊരു ക്രിയേറ്റീവ് ജോബാണ്. ഒരു ആർക്കിടെക്റ്റ് ആവുക എന്ന് പറയുന്നത് ഒരു ഫൈനൽ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷൻ, ഒരു ക്യാൻവാസിൽ നമ്മൾ ഒരു പിക്ചർ വരച്ചെടുക്കുന്നത് പോലെയാണ് ഒരു ആർക്കിടെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു വലിയ മേഖലയാണ്. 2, ഇൻറ്റീരിയർ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ ഇപ്പം നിലവിൽ അവൈലബിൾ ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് സൈഡിൽ തന്നെ, സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമല്ല, സിവിൽ എഞ്ചിനീയർ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ജോബ്സ് വേറെ ഉണ്ട്. ഇപ്പോൾ ക്വാണ്ടിറ്റി കൺട്രോൾ, ക്വാളിറ്റി, ഇത്തരം മേഖലകളിലേക്ക് ഒരുപാട് ഫോക്കസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഓട്ടോകാഡ്, ഇപ്പോൾ ഒരു ഡ്രോയിങ് റിലേറ്റ് ചെയ്തിട്ടുള്ള അതിലേക്ക് കൺസൾട്ടേഷൻ്റെ പ്രോസസ്സിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടനവധി ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ളൊരു മേഖലയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രക്ഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ, പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ്, ഇത്തരം കോഴ്സുകളെ കുറിച്ച് പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് എടുത്ത് നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചിറങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ച് എല്ലാവർക്കും ജോബ് കിട്ടുന്നൊരു മേഖലയും കൂടിയാണ്. അതുപോലെ തന്നെ ഈ ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇതൊരു രണ്ട് ടൈപ്പ് ഓഫ്, അതിപ്പോൾ ജെൻഡർ ഇക്വാലിറ്റി ഏറ്റവും കൂടുതൽ ഒരു ഇൻഡസ്ട്രിയും കൂടെയാണ്. ഇവിടെ ഇപ്പോൾ മെയിൽ എന്നോ ഫീമെയിൽ എന്നോ വ്യത്യാസമൊന്നുമില്ല. 2 കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും, ഇപ്പം മെയിൽ ആയാലും ഫീമെയിൽ ആയാലും 2 പേർക്കും
ആവശ്യത്തിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇപ്പോൾ സൈറ്റിൽ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അത് നമ്മളുടെ ഇഷ്ടമാണ്. സൈറ്റിൽ വർക്ക് ചെയ്യണോ, ഓഫീസിൽ വർക്ക് ചെയ്യണോ, അതിനനുസരിച്ച് നമുക്ക് നമ്മളുടെ കരിയർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയും കൂടിയാണ്. അപ്പോൾ ഒരു വീട് വാങ്ങിക്കുക അല്ലെങ്കിൽ വില്ല അപ്പാർട്ട്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ പലരെയും ഡ്രീമാണ്. അപ്പോൾ അതിലേക്കൊക്കെ എങ്ങനെ എത്തിച്ചേരാം, അതിൻ്റെ ബഡ്ജറ്റിംഗ് എങ്ങനെയാണ് നോക്കേണ്ടത്, ഒരു ബിൽഡറെ ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെ നോക്കണം, റിയൽ എസ്റ്റേറ്റിൽ ഇനി എന്തൊക്കെയാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്, പല കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും. വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു സെഷനായിരുന്നു. അപ്പം സാറിൻ്റെ ടൈമിനും ഇവിടെ വന്നതിനും ഒക്കെ താങ്ക് യു വെരി മച്ച്. താങ്ക് യു. താങ്ക് യു സർ.